സലാസുൻ മൻ കുന്ന ഫീ വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്, ഈമാനിനൊരു രുചിയുണ്ട്, ഈമാനിനൊരു ഹലാവയുണ്ട്. മുഹമ്മദ് മുസ്തഫ മധുരമുള്ള ഈമാൻ. 3 വിഭാഗം ജനങ്ങൾക്കത് ലഭിക്കുമെന്ന് മുത്തായ റസൂലുള്ള പറഞ്ഞിട്ട് ഒന്നാമത്തെ വിഭാഗത്തെ എണ്ണിയത്, ഒന്ന് അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാ, ഒന്ന് ഹബീബിനോട് പ്രണയം വയ്ക്കുന്നവനാ, മിമ്മാ സിവാഹുമാ സൂര്യചന്ദ്ര നക്ഷത്രഗോള താരപഥങ്ങളെക്കാൾ, മാമലകളെക്കാൾ, സമതലങ്ങളെക്കാൾ, ആറുകളെക്കാൾ, പുഴകളെക്കാൾ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെക്കാൾ ആരാണ് അല്ലാഹുവിനെ പ്രണയിക്കുന്നത്, ആരാണ് പുണ്യനബിയോട് ഇഷ്ക് വെക്കുന്നത്, അവന് ഈമാനിന്റെ മധുരമുണ്ട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അല്ലാഹനെ ഭയപ്പെടുകയാണ്. ഖബറിന്റെ വേദനകൾ കേട്ട് കരഞ്ഞതുപോലും അല്ലാഹനെ ഓർത്തിട്ടല്ല. വീടിന്റെ സുഖശീതളിമയിൽ നിന്ന് നമ്മുടെ പള്ളിക്കബറിൽ എത്തുമ്പോ ഖബറെടുക്കൂലേ, അവിടെ ഇരുട്ടല്ലേ, പിന്നെ കല്യാണത്തിന് കൂടാൻ പറ്റില്ലല്ലോ, പിന്നെ അടുത്ത സലാത്ത് വാർഷികത്തിന് കൂടാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സങ്കടത്താലാണ് വാലിൽ ഖബർ കേട്ടുപോലും നമ്മൾ കരയുന്നത്. അല്ലാഹനെ ഓർത്തിട്ടല്ല. അല്ലാഹനെ ഓർത്തിട്ടാണെങ്കിൽ ഒരു പുരുഷായുസിന്റെ ഇടയിൽ ഒരു ദിവസത്തിൽ 1 മിനിറ്റെങ്കിലും പാതിരാത്രി ഒറ്റക്കിരുന്നിട്ട്, നാഥനേ നീ എനിക്ക് കണ്ണു നൽകിയില്ലേ, അലം നജഅൽ ലഹു ഐനൈൻ, നീ കണ്ണു നൽകിയില്ലയോ. ചെറുവത്തൂര് അങ്ങാടിയിൽ പോയി നിൽക്കവേ ബസ്സിൽ വന്നിട്ട് കണ്ണ് കാണാത്തവർ യാചിക്കുന്നത് കാണാറില്ലേ? വീടിന്റെ മുന്നിൽ യാചകരായി വന്നു നിൽക്കാറില്ലേ? പക്ഷെ എന്റെ കണ്ണിന് കുഴപ്പമില്ലല്ലോ, നിങ്ങളുടെ കണ്ണിന് കുഴപ്പമില്ലല്ലോ. രാജാതിരാജനായ റബ്ബുൽ ഇസ്സ കണ്ണിന് കുഴപ്പമില്ലാതെ തന്നതിന്റെ പേരിൽ ഒരു നന്ദി ചെയ്യാൻ, ഒരിത്തിരി കണ്ണുനീര് അതിന്റെ പേരിൽ നൽകാൻ കഴിയാത്തവനാ ബഷീർ. പിന്നെ എന്തിനാ ഖബർ കേട്ട് കരയുന്നേ? പിന്നെ എന്തിനാ നരകം കേട്ട് കരയുന്നേ? പിന്നെ എന്തിനാ മഹ്ശറ കേട്ട് കരയുന്നേ? പിന്നെ എന്തിനാ മരണവേദന കേട്ട് കരയുന്നേ? കാപഢ്യമാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ദർവേശുകളായി അലഞ്ഞു നടന്നു. കാമുകനെ തേടുന്ന കാമുകയുടെ ഹൃദയത്തോടെ പരിവ്രാജകരായി ദർവേശുകളായി പ്രണയാതുരമായ ഹൃദയത്തോടെ അലഞ്ഞലഞ്ഞു നടക്കുകയാണ്. മണ്ണാർക്കാട്ടെ അമ്പങ്കുന്നിന്റെ മലയടിവാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വലിയുല്ലാഹി ബീരാൻ എന്ന പേരിൽ പ്രഗത്ഭനായ ഒരു വലിയ. ഉത്തര കേരളത്തിനൊരു പക്ഷേ അദ്ദേഹത്തെ പരിചയം കാണൂല. മലബാറും മധ്യ കേരളത്തിലും നിറഞ്ഞു നിന്നിരുന്ന ഖാദിരിയ ത്വരീഖയുടെ ശൈഖാ ബീരാൻ ഔലിയ എന്റെ ചാവക്കാട്ടേക്ക് വരാറുണ്ട്. അറബിക്കടലിന്റെ തീരത്ത് തിരയടിക്കുന്ന തിരമാലകളോട് കഥ പറഞ്ഞു നിൽക്കാറുണ്ട്. എന്നിട്ട് അവിടെ നിന്നൊരു പാട്ടുപാടും. അനന്ത പ്രവിശാലമായ കടലിന്റെ വിദൂര പദങ്ങളിലേക്ക് കണ്ണു നോക്കിയിട്ട് അവിടെ നിന്നൊരു പാട്ടുപാടും. നിങ്ങളും പാടുന്നുണ്ട് കൂടെ, നിങ്ങൾക്കും അറിയുന്ന പാട്ടാ. ഉറക്കെ പാടണം കേട്ടോ, മടി വിചാരിക്കണ്ട. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഒന്നുകൂടി ഉറക്കെ, ഒന്നുകൂടി ഉറക്കെ. സല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അവസാനം നമ്മൾ ചെല്ലാറില്ല. പക്ഷെ ബീരാൻ ഔലിയ പാടിയത് അങ്ങനെയല്ല കേട്ടോ.
ഞാൻ കാസർഗോഡ് ഭാഷയിലപ്പോൾ സംസാരിക്കണത്. തൃശ്ശൂർ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുള്ളൂ, അതാണ് കുഴപ്പം. അപ്പൊ കുഴപ്പമാണ്. ഒന്നുകൂടി പാടുട്ടോ. ഈ പാട്ടിന് ഇപ്പൊ എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പൊ ചന്ദനമഴയല്ലേ, മാരി കഴിഞ്ഞ ചന്ദനമഴയാണ്. പിന്നെ MAT മൂസയാണ്, പട്ടുറുമാലാണ്, ഇന്ത്യൻ വോയിസ് ആണ്. വലിയ എല്ലാവനൊന്നും പറയണ്ട. ഇതാണ് കുഴപ്പം. ഒരു 30 കൊല്ലം മുമ്പേ ചെറുവത്തൂരിൽ നിന്ന് ഒരു റോഡ് കോട്ടപ്പള്ളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ 30 കൊല്ലം മുമ്പ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട ഒരു 20 കൊല്ലം മുമ്പേ സന്ധ്യാസമയത്താണ് വരുന്നതെങ്കിൽ വീടിന്റെ മുന്നിൽ ശരറാന്തൽ വെളിച്ചത്തിൽ മിനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിന്റെ ഇത്തിരി വെട്ടത്തിൽ ഉമ്മയും കുടുംബവും ഉപ്പയും പേരക്കുട്ടികളും ഒന്നിച്ചിരുന്ന് പാടിയിരുന്നു. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവ നാട്ടുവാ ബദരീങ്ങളാൽ തുണ റബ്ബന. അതൊരു നൊസ്റ്റാൾജിയയായി, ഗൃഹാതുരത്വമായ ഓർമ്മയായി, മനസ്സിൽ നൊമ്പരപ്പെടുത്തുന്ന സ്മരണ മാത്രമായി പോയില്ലേ. ഇന്ന് സകല വീടിന്റെ ഉള്ളിലും മഗ്രിബ് കഴിഞ്ഞാൽ ചന്ദനമഴയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പാട്ടൊന്നും പിള്ളേർക്ക് ഇപ്പൊ കിട്ടത്തില്ല. എന്നാലും ഒന്നുകൂടി പാടും, ഉറക്ക പാടും. റബ്ബി ജല്ലല്ലാഹ് പക്ഷേ മുഅ്മിനീങ്ങളെ, അതിന്റെ ലാസ്റ്റ് വരി ഉണ്ടല്ലോ, ബീരാനൗലി അങ്ങനെയല്ല പാടി. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് കടലും തിരയും ഇല്ലല്ലാഹ്. അങ്ങനെയാണ് ബീരാനൗലിയ പാടിയത്. ഇത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുള്ള് റെക്കോർഡ് ചെയ്താൽ കുഴപ്പമില്ല. ഈ 10 മിനിറ്റ് ഒന്നും എടുത്ത് വാട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യരുത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ വാക്ക് മാത്രം ഷെയർ ചെയ്താൽ എന്തുട്ടാവും കുഴപ്പം? കോട്ടപ്പള്ളി മക്കാവില് ബഷീർ ഫൈസി പ്രസംഗിച്ച് കടലും തിരയില്ലല്ലോ, അങ്ങനെ ഒരു തൗഹീദ് നമ്മൾ കേട്ടിട്ടുണ്ട്, കടലും തിരയില്ലല്ലോ. അതുകൊണ്ട് ഫുള്ള് റെക്കോർഡ് ചെയ്ത് കുഴപ്പമില്ല. തങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ലെ, ലൈവിലുള്ളവര് പകുതി കേട്ട് പോയാലേ കടലും തിരയില്ലല്ലോ, അങ്ങനെ ഒരു തൗഹീദ് ഉണ്ട്. അതുകൊണ്ട് പകുതിയായിട്ടൊന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്യരുത് കേട്ടാ. ഏതെങ്കിലും വീട്ടിലിരിക്കുമ്പോ പറമ്പിലൂടെ കോഴിയും കുഞ്ഞുങ്ങളും നടന്നു പോകുന്നത് കണ്ടാൽ വീരാൻ വലിയുള്ള പാടാൻ തുടങ്ങും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് കോഴിയും മക്കളുമില്ലല്ലാഹ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരു ഭ്രാന്താണെന്നല്ല? ചെറുതായിട്ടൊരു ഭ്രാന്തുണ്ട്, വലുതായിട്ടില്ല. ഏതെങ്കിലും ഹരിതാപമായ പ്രദേശങ്ങളിലൂടെ നടന്നു പോകവേ ഇടതൂർന്നു നിൽക്കുന്ന തെങ്ങും തോട്ടങ്ങളും കഴുങ്ങു തോട്ടങ്ങളും കണ്ടാ ബീരാനൗലിയ പാടും. റബ്ബി ജല്ലല്ലാഹ് ഉഷാറായി. നൂർ മുഹമ്മദ് സല്ലല്ലാഹ് തെങ്ങും തോട്ടമില്ലല്ലാഹ്. ഇനി നാളെ രാവിലെ കുട്ടികളത് പാടി നടക്കരുത് കേട്ടോ. നമുക്കത് പാടാനുള്ള അനുവാദമില്ല. പ്രണയമാണ് 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 അല്ലാഹുവിനെ അങ്ങ് സ്നേഹിച്ചപ്പോ, പടച്ച തമ്പുരാനെ പ്രണയിച്ചപ്പോ മറ്റൊന്നുമില്ലാത്ത വിധം കൽബിൽ മറ്റൊന്നില്ല. കനവിലും കനുവിലും നിനവിലും മിനവിലും അല്ലാഹു മാത്രമായി മാറുന്ന അവാച്യമായ അനുഭൂതിയുടെ അങ്ങേ തലക്കൽ നിന്നുകൊണ്ടാണ് ബീരാനൗലിയ അങ്ങനെ പാടിയത്. അത്രയൊന്നും സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഭയങ്കരമായ പ്രണയത്തിന്റെ അമൂർത്തമായ ഒരു തലമാണ്. മുഅ്മിനീങ്ങളെ, നമ്മളൊരാളെ സ്നേഹിച്ചാലും അങ്ങനെ തന്നെയാണെന്ന് അതിനിപ്പോ പ്രായമുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരാളെ പ്രണയിച്ച ഇപ്പൊ വയല് കേൾക്കുകയാണെങ്കിലും
ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കോൺഷ്യസ് മൈൻഡ് ഇവിടെ ഉണ്ടാകത്തില്ല, അൺകോൺഷ്യസ് മൈൻഡ് ഇവിടെ ഉണ്ടാവുള്ളൂ. മറ്റത് അവളുടെ മുഖത്തിലും അവളുടെ മൂക്കിന്റെ രസത്തിലും അവളുടെ ചുണ്ടിന്റെ രസത്തിലൊക്കെ ഇരിക്കും. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂര് റെയിൽവേ ട്രാക്കിൽ ഒരാളിങ്ങനെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പരശുറാം പിന്നിൽ വന്ന് ഹോണടിക്കുന്നുണ്ട്, അയാൾ കേൾക്കണില്ല. ട്രാക്കിൽ നിന്നവർ അകലെ നിന്ന് വിളിച്ചു പറഞ്ഞു, വണ്ടി വരുന്നുണ്ട്, മാറ്. എന്തുട്ര ഗഡി നീ ഇങ്ങനെ നടക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ മാറിയില്ല. നോക്കൂ, ഒരു ട്രെയിനിന്റെ ശബ്ദം എത്രമേൽ ഘോരമാണ്, അതിന്റെ ഹോണടി എത്രമേൽ ഘോരമാണ്. എന്നിട്ടും അയാൾ കേട്ടില്ല. തൊട്ട അടുത്ത് വന്നിട്ടും കേട്ടില്ല. അവൻ അങ്ങോട്ട് സ്റ്റിക്കറായി. മനസ്സിലായില്ലേ? ചത്തൂന്ന്, ട്രെയിനിന്റെ അടിപ്പെട്ട് ചത്തു. അപ്പൊ എന്താണ് അവൻ കേൾക്കാതിരുന്നത്? അവന്റെ ചിന്ത മൊത്തം അവൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ആ ഫോണിന്റെ മറുതലക്കിലുള്ള അവന്റെ മാണികക്കല്ലിലായിരുന്നു. അത് സ്നേഹത്തിന്റെ ഒരു ശക്തിയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിനെ പ്രണയിക്കുകയാണ് ചെയ്തത്. നമ്മള് ഭയങ്കര പേടിയാണ് അള്ളാഹിനെ. പേടിച്ചിട്ട് പള്ളിക്ക് തന്നെ പോവാതെ നമ്മൾ പേടിച്ചിട്ട്. കാരണം നമ്മളെ കാലങ്ങളായി പേടിപ്പിക്കുകയാണ്, സകല വയതിലും പേടിപ്പിക്കുക. ഖബർ, മഹ്ശറ, ലോകാവസാനം, നരകം, ഇതങ്ങോട്ട് പറഞ്ഞ് പേടിപ്പിക്കും. കാരണം പിരിവ് കിട്ടണമെങ്കിൽ ഇതാണ് പറ്റുള്ളൂ. അതല്ല നിങ്ങൾ ഇന്നലെ മിഞ്ഞാതൊന്നും പിരിവ് കൊടുക്കാത്ത നിങ്ങളുടെ ഈമാൻ ഇന്ന് പരീക്ഷിക്കപ്പെടുകയാണ്. ഞാൻ ഖബറും മഹ്ശറും ഈ 5 വിഷയം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അതൊരു ക്വാളിറ്റി ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പറയുന്നവരുടെ കുറവായിട്ടും ഞാൻ പറയല്ല. നമ്മളൊന്ന് തിരിച്ചു പറയും. ക്രിസ്ത്യാനികൾ ലോകവ്യാപകമായി പറയുന്നത് ഗോഡ് ഈസ് ലവ് എന്നാണ്, ദൈവം സ്നേഹമാകുന്നു എന്ന്. നമ്മൾ ഏത് വയതിലും പറയും ഇതൊന്നും റമദാൻ വന്നാൽ കൂടുതലാവും. നോമ്പ് മറ്റോളി ഖബറിലെ അദാബ, കളിയാക്കി പറഞ്ഞല്ല, അദാബ് തന്നെയാണ്, സംശയിക്കൊന്നും വേണ്ട. പക്ഷെ നമുക്കിതിനൊരു മറുവശല്ലേ? അല്ലാഹു സ്നേഹമാണ് മുഅ്മിനീങ്ങളെ. അതാണ് കോട്ടപ്പള്ളി മക്കാമിനെ നമ്മൾ ആദരിക്കാൻ കാരണം എന്താ? ആളുകളുടെ സ്നേഹവായ്പകൾ ആ മഹാനുഭാവന്റെ തിരു സാന്നിധ്യത്തിന്റെ സുഹൃതത്തിലേക്ക് വഴി നടക്കാൻ കാരണം എന്താ? അള്ളാനെ സ്നേഹിച്ചു. അള്ളാനെ സ്നേഹിച്ചവരെ ലോകം സ്നേഹിക്കും. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് തന്നെ അതല്ലേ? ഖൽബുൽ മുഅ്മിൻ ബൈനൽ ഖൗഫി വറജാ. ഒരു മുഅ്മിനിന്റെ ഹൃദയമേ അത് പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും മധ്യയാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം. അതാണ് ബിരാനൗലിയ പറഞ്ഞത്. ഒരു അള്ളാഹുമായി ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്തു. പടച്ച തമ്പുരാനുമായി വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായപ്പോ കടലും തിരയും ഇല്ലല്ലാഹ്. ഇത് ശ്രീശങ്കരന്റെ അദ്വൈതവാദമല്ല. അദ്വൈതം എന്ന് പറയുന്നത് രണ്ടല്ലാത്ത ഒന്നാണ്. തൗഹീദ് എന്ന് പറഞ്ഞത് ഒന്നുമല്ലാത്ത ഒന്നാ. ജുസ്ഉല്ലായതജസ്സയാണ്. ഞാൻ അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് കോട്ടപ്പള്ളിയിലെ വലിയനെ പോലെ ദർവേശുകളായി അലഞ്ഞു നടന്നവര് പാടിയത് ഖയാലൂക ഫീ ഐനി വദ്കുറുക ഫീ ഫമീ ومثواك في قلبي فأين تغيب خيالك في عيني. എൻ്റെ കണ്ണിൽ നീയാ വദ്കുറുക ഫീ ഫമീ. എൻ്റെ ചുണ്ടിന്റെ മന്ത്രമേ നീയാ. എൻ്റെ ഹൃദയത്തിന്റെ തുടിപ്പേ നീയാ. ഫഅയ്ന തഗീബു. പിന്നെ നീ എവിടെ പോയി മറയാനാ?
കാമുകയെ പ്രണയിച്ചു വശായ കാമുകന്റെ ഡയലോഗല്ലേ അത്. ഇത് കൊല്ലം ഷാഫിയുടെ അപസ്മാരമിളകുന്ന മാപ്പിളപ്പാട്ടിന്റെ വരികളല്ല. അവൻ പാടിയത് അങ്ങനെയല്ല. നെഞ്ചിനുള്ളിൽ നീയാണ്. ആര്? ഈ കർട്ടന്റെ അപ്പുറമിരിക്കുന്ന മാണിക്കക്കല്ലിനെ കുറിച്ചാണ് കൊല്ലം ഷാഫി അപസ്മാരമിളകുന്ന ആധുനിക മാപ്പിളപ്പാട്ടിൽ പറഞ്ഞത്. നെഞ്ചിനുള്ളിൽ നീയാണ്. ആരിഫീങ്ങൾ പറഞ്ഞ നെഞ്ചിനുള്ളിൽ ആരാ? വമതുവാക ഫീ ഖൽബി ഫൈന തഗീബു. കണ്ണിൽ നീയാ, ചുണ്ടിൽ നീയാ, നെഞ്ചിലും നീയാ, പിന്നെ എവിടെ പോയി മറയാനാ? ഇറാനിലെ ഇസ്ഫാന്റെ മരുഭൂമിയില് അലഞ്ഞലഞ്ഞ് നടന്നില്ലേ പ്രാണനാഥനായ ഖൈസ്? താൻ പ്രണയിച്ച, താൻ പ്രേമിച്ച ലൈല എന്ന പെണ്ണിനു വേണ്ടി. ലൈല നീ എങ്ങ് പോയി? മയിലിനെ വിട്ടുപോയി. കുയിലിന്റെ ശോകഗാനം കേട്ടിടുന്നില്ലേ? 10-20 കൊല്ലം മുമ്പ് നമ്മളും പാടിയ പാട്ടാണത്. ഖൈസ് എന്ന പാവപ്പെട്ടവൻ പ്രണയിച്ചത് ഇസ്ഫഹാന്റെ രാജാവിന്റെ മകളെയാണ് ലൈലയെ. ലൈലയെ വീടിന്റെ ഉള്ളിൽ തടങ്കലിലിട്ടു, റൂമിൽ തടങ്കലിലിട്ടു. അപ്പോഴാണ് ഖൈസ് ഓടി വരുന്നത്. ചീറി വരുന്ന ചെമ്പുലികളോടും സിംഹങ്ങളോടും ചോദിച്ചുവത്രേ, അയിന ലൈല, എന്റെ ലൈല എവിടെ? എന്റെ ലൈല എവിടെ? അതെ, കൊട്ടാരത്തിന്റെ ഭിത്തികളിൽ മുഖമുരുമ്മി കരഞ്ഞുകൊണ്ട് ചോദിച്ചുവത്ര, ലൈല, അയിന ലൈല, എന്റെ ലൈലയെ ചുംബിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഞാൻ ഈ ചുമരിനെ ചുംബിക്കുകയാണ്. ഇത് ചുമരല്ല, ഇതെന്റെ ലൈലയുടെ മാദകമായ മുഖകമലമാണെന്ന് പറഞ്ഞ ലൈലയെ സ്നേഹിച്ച ഖൈസില്ലേ ഹബീബിങ്ങളെ, അത് ഇസ്ലാമിക കഥയൊന്നുമല്ല. അതൊരു അറേബ്യൻ ക്ലാസിക്കാണ്. ഏതോ കവിയുടെ ഭാവനയിൽ വിരിഞ്ഞ മനോഹരമായ ഒരു കാവ്യ തല്ലജമാണത്. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ചെറുവത്തൂർ കോട്ടപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹ് ഇതുപോലെയുള്ള ആരിഫീങ്ങള് അല്ലാഹയെ ചോദിച്ചലയുകയാണ്. അയിന ലൈല, എന്റെ ലൈല എവിടെ? അയിന തഗീബു, എവിടെ പോയി മറയാനാ? അതാണ് അറബിക്കടലിന്റെ തീരത്ത് നിന്ന് ചാവക്കാട്ട കടപ്പുറത്ത് നിന്നിട്ട് വീരാൻ ഔലിയ പറഞ്ഞത്, കടലും തിരയും ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ആ മഹാന്മാരുടെ മധു ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹു പ്രേമമാണ്. നിങ്ങൾ എന്താണ് പടച്ചോനെ പേടിച്ച് അടങ്ങറാക്കിയിട്ട് നമുക്ക് ദേഷ്യം വരില്ല അല്ലാഹുവിനോട്? അല്ലാഹു കാരുണ്യമാണ്, അല്ലാഹു വാത്സല്യമാണ്. അല്ലാഹു നമ്മളോട് ഏറെ സ്നേഹവായ്പകൾ കാണിക്കുന്നവനാണ് ഹബീബിങ്ങൾ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ പടച്ചോനെ ഇനിയിപ്പോ നരകൊന്നും വലിയ കുഴപ്പമില്ലല്ലോ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. പടച്ചോനെ വിചാരിക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് നരകം ഒരു നിസ്സാരമായ ഒരു ചിന്തയായാൽ അതിന്റെ കുറ്റവാളി ഞാനാവും. ഞാനതിനൊരു സംഭവം പറയാം. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു 30 കൊല്ലം മുമ്പ് നടന്നതാണ്. ഞാനങ്ങനെ പാട്ടും കഥയൊന്നും പറഞ്ഞ സമയം കളയാനല്ല കേട്ടോ. അവിടെ ഒരു ചെറുപ്പക്കാരൻ ദീനി ബോധമൊന്നും ഇല്ലാത്തവനായിരുന്നു. ആ കാലത്ത് അങ്ങനെയായിരുന്നു. ആ കാലത്ത് ഒരു SSLC പാസ്സായ പിന്നെ അത് ഒരു പുരോഗമനവാദിയാവും. ഇന്ന് MBA-ക്കും BBA-ക്കും ഹയർ എഡ്യൂക്കേഷൻസിനൊക്കെ പഠിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ റസൂലിനെ പ്രണയിച്ച് 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണ്. സകല വയതിലും പെണ്ണുങ്ങളെയും ചെറുപ്പക്കാരെയും തെറി പറയലാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മളൊരു വയതിലും പറയാറില്ല ചെറുപ്പക്കാരൊക്കെ നല്ലോരാന്നാണ് ഞാൻ പറഞ്ഞത്. നല്ലോരാക്കി തരട്ടെ. പെണ്ണുങ്ങളുടെ പർദ്ദയുടെ ടൈറ്റ് വീറ്റൊക്കെ പ്രസംഗിച്ച് സമയം കളഞ്ഞിട്ട് എന്താ കാര്യമോ? നിങ്ങൾ എല്ലാവർക്കും അറിയാം ടൈറ്റുള്ള പർദ്ദ ഇടാൻ പാടില്ല. അത് മൊയിലിയരിങ്ങനെ 2 മണിക്കൂർ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ നന്മയെക്കുറിച്ചാണ് പറഞ്ഞത്. നെഗറ്റീവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ നമ്മൾ വയൽ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് മാത്രമേ നിൽക്കുള്ളൂ. മനസ്സിലായോ?
വെള്ളത്തിൽ നടക്കുന്ന പെൺകുട്ടിയുടെ പാവാട പൊക്കിയപ്പോൾ കൊലുസ് കണ്ടു എന്നൊക്കെ വയലിലല്ല പറയേണ്ടത്, അതുവല്ല സിനിമയിൽ പറയേണ്ടത്. അത് വയലിലല്ല പ്രസംഗിക്കുന്നത്, അതൊക്കെയാണ് വയൽ. മുഅ്മിനീങ്ങളെ, അപ്പൊ ചെറുപ്പക്കാരൊക്കെ നല്ലവരാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹു നന്നാക്കി തെരുമാറാകട്ടെ. വയസ്സായവർ നല്ലവർ തന്നെയാണ്, നീ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും നല്ലവർ തന്നെയാണ്, എല്ലാവരും അല്ലാഹു നന്നാക്കി തരട്ടെ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ അന്ന് പള്ളി അടുത്താണെങ്കിൽ അയാൾ നിസ്കരിക്കാൻ പോകില്ല. പക്ഷെ അയാൾക്കൊരു നല്ല ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നത് നന്നായി വായിക്കുമെന്നതാണ്. നന്നായി വായിച്ചു. അന്ന് അദ്ദേഹം വായിച്ചത് തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ നിന്നിറങ്ങിയ നരകത്തിന്റെ ഭയാനകതകൾ എന്നൊരു പുസ്തകമായിരുന്നു. ഇത് നമ്മുടെ വിഷയമല്ലട്ട, ഞാൻ 5 മിനിറ്റ് വിഷയത്തിന് മാറിപ്പോരാ. കാരണം ഞാൻ ആദ്യം മുതലേ അള്ളാഹിനെ സ്നേഹിക്കുമ്പോൾ നരകം ഒരു സംഭവമല്ല നിങ്ങൾക്ക് എങ്ങാനും തോന്നിയ അതിന്റെ കുറ്റവാളിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ ഒരു മുൻകൂർ ജാമ്യം. നരകം ഭയങ്കരം തന്നെ. അയാൾ ആ പുസ്തകം അന്ന് വായിച്ചു, കിടന്നുറങ്ങി. അന്ന് രാത്രി അയാൾ നരകം സ്വപ്നം കണ്ടു. ഉഡായിപ്പ് സ്വപ്നമല്ല. അന്ന് നട്ടുച്ചക്ക് ഉറങ്ങിയാലും സ്വപ്നം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ശരിക്കും അയാൾ നരകം സ്വപ്നം കണ്ടു. നരകത്തിൽ കിടന്നു വെന്തുരുകുന്നത് പോലെ അയാൾക്ക് തോന്നി. ഈ സ്വപ്നം ഭയങ്കര ഇഫക്റ്റീവാണ്. നമുക്കിന്ന് സ്വപ്നം നിസ്സാരമായത്, ആരൊക്കെയോ സ്വപ്നം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് നിസ്സാരമായത്, അത് പോട്ടെ. അപ്പൊ ഇയാൾ നരകത്തിൽ കിടന്നിങ്ങനെ കത്തുന്നത് സ്വപ്നം കണ്ടു. ചാടി എഴുന്നേറ്റു അർദ്ധരാത്രിയിൽ. നരകത്തിന്റെ ഭയാനകമായ അദാബുകൾ അനുഭവിച്ചതുപോലെ ദുനിയാവിന്റെ തീയിന്റെ 69 ഇരട്ടിയുള്ള ചൂടിൽപ്പെട്ടതുപോലെ അയാൾ എന്താ ചെയ്തെന്നറിയോ? ദുനിയാവിലെ ചൂടാണോ താൻ അനുഭവിച്ച നരകത്തിലെ ചൂടാണോ വലുതെന്നറിയാൻ അടുക്കളയിൽ പോയി. പൊന്നു ഹബീബന്മാരെ, അയാൾ അടുക്കളയിൽ വിറക് വെച്ചു, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, കൈ അതിലേക്ക് വെച്ചു കൊടുത്തു. 1001 രാവുകളിലെ അറബിക് കഥയല്ല ബഷീർ നിങ്ങളോട് പറയുന്നത്. കൈ അതിലേക്ക് വെച്ചു കൊടുത്തു. കൈയിന്റെ ഇവിടെ നിന്ന് കത്തിപ്പോയി. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. അവൻ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. കൈയുരുകിയത് കൊണ്ടല്ല, അതവന് ഇഫക്റ്റ് അല്ല. അവൻ പറയുന്നത്, അല്ലാഹുവേ, നരകത്തിന്റെ ചൂട് നരകത്തിന്റെ ചൂടിനെ കുറിച്ച് അവൻ പറഞ്ഞു. രാത്രി ബഹളം കേട്ട് അവന്റെ ഉമ്മായും ഉപ്പായും കുടുംബക്കാരും എഴുന്നേറ്റു. അവന്റെ ഇവിടെ ഉരുകിപ്പോയേക്ക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവൻ അഡ്മിറ്റ് ചെയ്തു 3 മാസക്കാലം. ബോധം വരുമ്പോഴൊക്കെ അവൻ പറഞ്ഞത്, അല്ലാഹുവേ, നരകത്തിന്റെ ഒരു ചൂട് എന്നായിരുന്നു. ഇതല്ല. അങ്ങനെ 3 മാസം കഴിഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടുവന്നു. അവൻ നേരെ പള്ളിക്ക് പോയി. അതുവരെ പള്ളിയിൽ പോകാത്ത ആളാ. പള്ളിയിൽ പോയിരുന്നു. ജമാഅത്തിന്റെ സമയമാകുമ്പോ നിസ്കരിക്കും. വീട്ടിലേക്ക് അന്ന് രാത്രി മടങ്ങിയില്ല. പിറ്റേന്ന് മടങ്ങിയില്ല. 30 ദിവസവും 3 നേരം ഭക്ഷണം പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തു. നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ചെരുവിൽ അവൻ ഒറ്റയ്ക്കിരിക്കും. ആരോടും മിണ്ടില്ല. ആര് വർത്തമാനത്തിന് വന്നാലും പറയില്ല. ഇടയ്ക്കെപ്പോഴോ ആത്മഗതം ചെയ്യും, നാഥാ, നരകത്തിന്റെ ചൂട് അല്ലാ, ഇതന്നെ പറയുള്ളൂ. ദിവസങ്ങളാഴ്ചകളായി മാസങ്ങളായി കടന്നുപോയി. ഒരു ദിവസം അവനെ കാണാതെയായി. സഹോദരങ്ങളെ, അവന്റെ ഉപ്പാ തെരഞ്ഞു. മലപ്പുറം ജില്ല, കേരളം മൊത്തം പരതി നോക്കി കണ്ടില്ല. മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. പിന്നെ വാപ്പയും ഉമ്മയും ആ മോന്റെ ഓർമ്മകളിൽ നിന്ന് അകന്നു കാണണം. ഒരുപാട് കൊല്ലം കഴിഞ്ഞപ്പോ ആരോ ഒരാൾ വന്നു പറഞ്ഞു, അത്രേ, നിങ്ങളുടെ മകനാണെന്ന് തോന്നുന്ന ഒരാളെ ഞാൻ കണ്ടു. അതേ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് സഞ്ചരി മുഈനുദ്ദീൻ ചിസ്തി സഞ്ചരി അജ്മീർ അവിടെയുണ്ട്. രാജസ്ഥാനിലെ അജ്മീറിൽ നിങ്ങളുടെ മകനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ വാപ്പയും മാമയും കൂടി ട്രെയിൻ കയറി. ഹബീബിങ്ങളെ, മകനെ ഒന്ന് കാണാൻ, അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അവർ അജ്മീറിൽ പരതി നോക്കി. എവിടെയെങ്കിലും മകനെ കാണുന്നുണ്ടോ? ആരോടാണ് ചോദിക്കുക? ദർവേശുകൾ അലഞ്ഞു നടക്കുന്ന അജ്മീറിന്റെ ഗല്ലികളിൽ നോക്കി കണ്ടില്ല. സുലൂക്കിന്റെ രാജകുമാരൻ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ കൈലാനി ഖുദ്ദിസ സിർറു അവര് വന്നു എന്ന് പറയുന്ന അജ്മീറിൽ ഒരു മലയില്ലേ, അവിടെ പരതി നോക്കി കണ്ടില്ല. അജ്മീർ ഖാജ തങ്ങളുടെ മകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫഖറുദ്ദീൻ ബാവസൽവാർ
50 കിലോമീറ്റർ അപ്പുറമുള്ള താരാഗഡ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ശുഹദാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏകാന്ത വിജനമായ താരാഗഡിന്റെ താഴ്വാരങ്ങളിൽ നോക്കി കണ്ടില്ല. ബാബ സൽവാർ എന്ന് പറയുന്ന ഫഖറുദ്ദീൻ ബാബ സൽവാറിന്റെ മക്ബറയിൽ നോക്കി കണ്ടില്ല. സന്ധ്യാസമയം കഴിഞ്ഞാൽ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഖവാലികളുടെ സൂഫി സംഗീതം മുഴങ്ങും. ഖ്വാജ മുഈനുദ്ദീൻ തങ്ങളുടെ മസാറിന്റെ മുന്നിൽ ഖവാലിയുടെ സദസ്സിൽ പരതി നോക്കി കണ്ടില്ല. പല മലയാളികളോടും ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരാളെ കണ്ടോ? ആരോ ഒരാൾ പറഞ്ഞു അത്രേ, ലക്ഷണം നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞ ആള് സുബഹി നിസ്കാരം കഴിഞ്ഞ ഖാജ തങ്ങളുടെ മസാർ തുറക്കുമ്പോ ഇവിടെ വരാറുണ്ട്. ഇതിലാരെങ്കിലും അജ്മീർ പോയിട്ടുണ്ടോ? മാഷാ അല്ലാഹ്, ഒറ്റ ആളില്ലല്ലോ. അങ്ങനത്തെ പൊക്കാനും മടി, പിരിവിനാണെങ്കിലും മടിക്കാതെ ഒന്ന് പൊക്കി കാണട്ടെ. എത്ര ആള് പോയത്? അവിടെ ഒരു ചെറുപ്പക്കാരൻ പൊക്കിണ്ടല്ലോ, അർജന്റീന പോയിണ്ട. മാഷാ അല്ലാഹ്. ഭാഗ്യമാവുമ്പോ പോകാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടുമാറാകട്ടെ. പോകാത്തതൊരു മോശമൊന്നുമല്ല കേട്ടോ. അതൊക്കെ ഓരോ സമയവും കാലവും ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് നടക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പോകാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബിങ്ങളെ, അന്നത്തെ രാത്രി കഴിഞ്ഞുപോയി, സുബഹിനാദം മുഴങ്ങി. വാപ്പയും മാമനും കൂടിയിട്ട് ഖാജാ തങ്ങളുടെ അജ്മീർ മസാറിന്റെ മുമ്പിൽ പോയി നിന്നോ. അത് തുറന്നാലും വല്ലാത്ത തിരക്കാണ്. ആ സമയത്തതാ അകലെ നിന്നേ ഒരാൾ ഓടി വരുന്നുണ്ട്. അസ്ഥിപഞ്ചരമായ കുഴിയിലാണ്ട കണ്ണുകളായ താടിരോമങ്ങൾ താഴ്ന്നോർന്ന് കിടക്കുന്ന ജട പിടിച്ച തലമുടിയും പിന്നിപ്പോയ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചിട്ട് മെലിഞ്ഞു നീണ്ടൊരു ചെറുപ്പക്കാരനെന്ന് തോന്നുന്നയാൾ ഓടി വന്നുകൊണ്ട് പറയുകയാ, അല്ലാഹുവേ, നരകത്തിന്റെ ചൂട് റബ്ബേ. പപ്പാക്ക് മനസ്സിലായി, വർഷങ്ങൾ ഒരുപാട് മുമ്പ് ഇറങ്ങിപ്പോയ മകനാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ശരീരമാകെ മാറിപ്പോയെങ്കിലും പൊന്നുമകനെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. ഹബീബിങ്ങളെ, ഓടിച്ചെന്നു കയ്യിൽ പിടിച്ചു. ബാപ്പ പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ ഉപ്പച്ചിയാടാ, നിന്റെ ഉമ്മച്ചി നിന്നെ കാത്തിരിക്കുന്നടാ, പോകാം നമുക്ക്. നീ പോയതിന്റെ ശേഷം ഉമ്മാക്ക് വല്ലാത്ത വേദനയാടാ. ഒരു പിതാവിന്റെ വാത്സല്യ സങ്കടക്കടൽ തിരമാല പൊട്ടുമ്പോൾ അയാൾ അത് ശ്രദ്ധിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, അജ്മീറിന്റെ വിദൂരമായ ഏതോ പദങ്ങളിൽ കണ്ണൂന്നി അലക്ഷ്യമായി നിൽക്കുകയാണ് അയാൾ. വാപ്പ പറഞ്ഞു, പോകാം മോനെ, പോകാം. വാപ്പാന്റെ കയ്യങ്ങ് തട്ടി, കയ്യങ്ങ് കുതറിയിട്ട് ഓടുകയാണ്. അജ്മീറിന്റെ വന്യമായ തിരക്കിലേക്ക് ആ ചെറുപ്പക്കാരൻ ഓടി. ഹബീബിങ്ങളെ, പിന്നെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും ഖാജാ തങ്ങളുടെ മസാറിൽ പോകുമ്പോ, അജ്മീർ ചിസ്തിയെ കാണാൻ പോകുമ്പോ, സഞ്ചരിത്തങ്ങളെ കാണാൻ പോകുമ്പോ ഇയാളെ നിങ്ങൾ കണ്ടാൽ, ഈ കോട്ടപ്പള്ളി മഖാം മറൂസിന്റെ 3-ാമത്തെ ദിവസം ഇവിടെ പറഞ്ഞ ബഷീറിന്റെ വാക്കുകൾ ഓർമ്മ വെക്കണമേ. അയാൾ വലിയാണെന്നോ, അയാൾ കുത്തുബാണെന്നോ, അയാൾ ശൈഖുസ്സമാനോ ഖമറുസ്സമാനോ ആണെന്നൊന്നും ഞാൻ പറയില്ല ഹബീബേ. അതല്ലാഹു തീരുമാനിക്കട്ടെ. അയാൾ ആരായാൽ നമുക്കെന്ത്? പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സു മാറ്റിയത്, ആ ചെറുപ്പക്കാരന്റെ മനസ്സു മാറ്റിയത് ഒരൊറ്റ പുസ്തകത്തിലെ ഖബറിന്റെ അദാബാ. അതുകൊണ്ട് അല്ലാഹനെ പ്രേമിക്കൂ എന്ന് പുട്ടിൽ തേങ്ങയിടുന്നത് പോലെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഇനിയും പറയും. അപ്പൊ നിങ്ങൾ നരകം നിസ്സാരമായി കാണല്ലേ, ഖബർ നിസ്സാരമായി കാണല്ലേ. അതെന്റെ പ്രഭാഷണത്തിന്റെ പ്രമേയമായിട്ടില്ലെങ്കിലും ഖുർആനിന്റെയും ഹദീസിന്റെയും നസ്സാണ്. അത് പറയുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ ഖബറിൽ അദാബൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു കാരുണ്യമാൻ,
അല്ലാഹു വസല്ലമ അല്ലാഹു സ്നേഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിൽ നിന്ന് കുറെ ആളുകളെ മഹാന്മാരുടെ റെക്കമെൻഡേഷന്റെ പകരമായി അള്ളാഹു പുറത്തുക്കാക്കും. ഹബീബിങ്ങളെ, ഈ കോട്ടപ്പള്ളി എന്നല്ല സ്ഥലത്തിന്റെ പേര്, കോട്ടപ്പള്ളി അല്ലേ? എന്തെങ്കിലും റെസ്പോൺസ് ചെയ്യാത്ത കോട്ടക്കല ആ ലൈവ് ഒന്ന് നിർത്തിയിട്ട കൈ ഇങ്ങനെ പിടിച്ചാൽ ഉറക്കൊരാമീൻ പറയും. എന്തൊട്ട് ഇഷ്ടത് ഇത്ര ആളുണ്ടായിട്ട് ആമി ഇത്ര ചെറുത്. ഒന്നുകൂടി ഉറക്കം പറയും. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ നോക്കണല്ലോ. ഒന്നുകൂടി ഉറക്കം പറയും. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ദീർഘായുസ് നൽകണേ റബ്ബേ. ഓ, ഭയങ്കര ശ്രദ്ധയാണ്. മരിച്ചുപോയവർക്ക് എന്തുട്ട് ദീർഘായുസ് നിങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ തരിപ്പിക്കലാണ്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലല്ല, അൺകോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കേൾക്കും. അല്ലെങ്കിൽ ആമീൻ എന്ന് പറയാം. ലൈവ് നിർത്തിയിട്ടില്ലേ? അല്ലെ അവര് ആമീൻ പറഞ്ഞു പെടും ചിലപ്പോഴും. മോമിനികളെ, അല്ലാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാനങ്ങനെ തമാശ ഒന്നും പറയാറില്ല. തമാശ ഇല്ല ഒരു സംഭവം ഞാൻ പറയാം. ഈ വയലിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 മണിക്കൂർ എനിക്ക് പോകുമ്പോൾ ഒരു കവർ വരും അല്ലേ? അല്ല, തന്നിലും കുഴപ്പമൊന്നുമില്ല. ഇത് അയ്യാക്കും കിട്ടും അല്ലേ? മൈക്ക് ഫ്രീ ആണ്. എന്താ പറയാനും മടി? മൈക്ക് ഫ്രീ ആണ് അല്ല? മോമിനികൾ നിങ്ങൾക്ക് വല്ല കവറും കിട്ടും ഇവിടുന്ന് പോകുമ്പോ? തുറന്നു പറയാം, കവർ കിട്ടുക ഇല്ല. അപ്പൊ 2 മണിക്കൂർ ഉപകാരം പെടണം. Time and tide once lost cannot be regained. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. വമല്ലം യഅരിഫു നഖ്സ മിൻ ഔഖാതി കുല്ലു ഔഖാതിഹി നഖ്സ്. ഇമാമുന അശ്ശാഫഈ റളിയല്ലാഹു അൻഹു. നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെക്കുറിച്ച് അറിയാത്തവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്. 2 മണിക്കൂറിനെ കുറിച്ച് അള്ളാഹിനോട് സമാധാനം പറയണം. അപ്പൊ അതൊരു ആനന്ദമല്ല. പ്രസംഗം എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷൻ ആണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്, ആഘോഷമാണ്. ബർമുടട്ടിട്ട് വയലാക്കാൻ വരിക, തിരിച്ചു പോകുമ്പോൾ നിന്ന് മൂത്രമൊഴിക്കുക. ഭയങ്കര മാറ്റാണ് ഉമ്മത്തിന്. ഹബീബ് പറയുന്ന എനിക്കൊരു മാറ്റം ഉണ്ടാണ്. അള്ളാഹു എന്റെ മനസ്സിൽ മാറ്റം തരുമാറാകട്ടെ. കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവരിലും ഇല്ലെങ്കിലും ഒരു 10 ആളെങ്കിലും മാറിയാൽ എനിക്ക് ഇവര് തരുന്ന കവറിനേക്കാൾ കാര്യം കിട്ടുക കവർ. അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ പെണ്ണ് കാണാൻ പോയ മാതിരിയാവും. ഈ കോട്ടപ്പള്ളിയിൽ നിന്ന് ചാവക്കാട്ടിന് പെണ്ണ് കാണാൻ 3 ചെറുപ്പക്കാർ വന്നു. ലൈവ് കട്ട് ചെയ്യണേ. പണ്ടാണ്ട്. ഇപ്പോഴാണെങ്കിൽ മാട്രിമോണിയലും വീഡിയോ കോൺഫറൻസിലൂടെ ഫേസ്ബുക്കും ട്വിറ്ററും വാട്സപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പെണ്ണ് കാണാൻ വലിയ പണിയൊന്നുമില്ല. ചെറുവത്തൂരിൽ ഏതെങ്കിലും കോളേജിൻ്റെ അതിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ മതി. പിന്നാലെ ചെന്നിട്ട് വാട്സപ്പ് നമ്പർ തരുമെന്ന് ചോദിച്ചാൽ മതി. ആപ്പിമ്മയൊന്നും ഇപ്പോൾ ബന്ധമില്ല. ഇത് കുറെ കൊല്ലം മുമ്പ് കല്യാണം കഴിക്കാൻ വന്നപ്പോൾ അവിടുത്തെ പെണ്ണിന്റെ ഉമ്മാന്റെ വാപ്പ കുറച്ച് ദീനീബോധമുള്ള ഒരു ഹാജിയാര. അയാള് ഒരു ചെക്കനോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? കോട്ടപ്പള്ളിയിൽ നിന്ന് വന്നതായി. എന്റെ പേര് യൂസുഫ് എന്നാ. ഓ മാഷാ അല്ലാഹ്, നല്ല പേരാണല്ലോ. എന്നാ ഈ യൂസുഫ് സുഹൃത്തിന്റെ 2 ആയത്ത് ഓതിക്കാന്ന് പറഞ്ഞു. യൂസുഫ് സുഹൃത്തിലെ 2 ആയത്ത് ഓതിക്കാന്ന് പറഞ്ഞു. അവൻ ഈ കോട്ടപ്പള്ളിക്കാരനായതുകൊണ്ട് ഓതി. നല്ല കുട്ടിയല്ല. അടുത്തവനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? എന്റെ പേര് യൂനുസ് എന്ന്. ഓ മാഷാ അല്ലാഹ്, യൂനുസ് നബിയുടെ പേരിൽ ആയത്തൊക്കെ സൂറത്താണല്ലോ. 2 ആയത്ത് ഓതിക്കാന്ന് പറഞ്ഞു. അവൻ ഓതി. 3-മത്തത് പുതിയാപ്പിളയാണ്. അവനോട് മോനെ നിന്റെ എന്നാ ചോദിച്ചിട്ടുള്ളൂ. പേരെന്താ? പേര് ചോദിക്കുന്നത്. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വാപ്പ എന്റെ പേര് വാപ്പിമ്മിട്ടത് ഈ യാസീൻ എന്നാണ്, പക്ഷെ എപ്പോ വിളിക്കണം കുൽഫുല്ലാഹു അഹദ് എന്നാണ്. മനസ്സിലായി? അല്ല, താങ്കൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകാത്തവരൊന്ന് രാത്രി ഒറ്റക്കിരുന്ന് ആലോചിച്ചാൽ മതി. വാപ്പിമ്മിട്ട പേര് യാസീനാണ്. ഇപ്പൊ കുൽ ഹുവല്ലാഹു അഹദ് എന്നാ പറയണ്ട. അവൻ പറഞ്ഞ ഇപ്പോഴത്തെ പേര് കുൽഫുല്ലാഹു അഹദ്. മനസ്സിലായി? അപ്പൊ അതേമാതിരി വേള കേൾക്കണ്ട കേട്ടോ. ഈ നരകത്തിൽ നിന്ന് കുറെ ആളുകളെ അല്ലാഹു പുറത്താക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവരൊക്കെ പുറത്താക്കും. ഈ ഖാലിദീന ഫിഹാ അബദ, സ്ഥിരമായി നരകത്തിലാന്ന് പറഞ്ഞത് കാഫിരീങ്ങളെ കുറിച്ചാണ്, നമ്മളെ കുറിച്ചല്ല. അതുകൊണ്ട് ഈ കോട്ടപ്പള്ളിയിലെ കള്ളൂടിയനും സ്വർഗത്ത് പോകും. നിങ്ങളെ മുഖത്തെന്തൊരു ബേജാറ്. ആദ്യമായിട്ട് വയലിൽ ഇങ്ങനെ പറയണില്ലേ? ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇവിടുത്തെ കള്ളുകൂടിയാൻ സ്വർഗത്ത് പോകും, ഇവിടുത്തെ സകല തെമ്മാടികളും സ്വർഗത്ത് പോകും. പക്ഷെ നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷമാണ്. ഓ അത് കുഴപ്പമൊന്നുമില്ല, നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ പോകുമല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയിട്ട് അടുപ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് വിറക് വെച്ചിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ് നിൽക്കാൻ പറ്റുമോ ആലോചിക്കുക. എന്നിട്ടല്ലേ കാലാകാലം
ശിക്ഷ കഴിയുന്നത് വരെ പറ്റുമെന്ന് നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ കള്ളു കുടിച്ചോളൂ, 2 പെഗ് അടിച്ചോളൂ, അതിന്റെ കുറ്റം ഞാൻ ഏറ്റു. പക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് നോക്കണം. 1 മണിക്കൂർ ഇങ്ങനെ വെച്ചു കൊടുക്കുക. 1 മണിക്കൂർ ഇവിടെ AC ഇല്ലെങ്കിൽ ചൂടെടുത്ത് ബേജാറാണ് മനുഷ്യന്മാരാണ്. നിങ്ങളെ സഹിക്കാൻ പറ്റില്ല, ഒരു മൈക്രോ പോയിന്റ് പോലും സഹിക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാപം ചെയ്തവരൊക്കെയും അല്ലാഹു സ്വർഗത്തിലേക്ക് മാറ്റൂട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഇപ്പൊ നമ്മൾ ഈ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്? അവർ നമുക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യും. ഇപ്പൊ ഈ കോട്ടപ്പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുമായി നിങ്ങൾക്ക് അഭേദ്യമായ ഒരു ആത്മീയ ബന്ധമുണ്ടെങ്കിൽ വെറുതെ അവിടെ പോയിട്ട് വയറുവേദന മാറണമെന്ന് പറച്ചിൽ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞത്. അത് നമ്മൾ പറയും. നമ്മൾ അള്ളാനൊക്കെ ഒരു ATM കാർഡുമായി ഉപയോഗിക്കും. ATM കാർഡ് കണ്ടിട്ടില്ലേ? പൈസ ആവശ്യം വന്നാൽ തള്ളുക, എന്നിട്ട് പാസ്വേഡ് അടിക്കുക, 5000. എന്നാ മാതിരി പഠിച്ചവനെ രോഗം മാറ്റണേ, രോഗം മാറ്റിയ പിന്നെ പഠിച്ചവനെ നമുക്ക് വേണ്ട. ഈ മക്കാമിൽ പോയിട്ട് എനിക്ക് വിസ കിട്ടണേന്ന് പറയും. വിസ കിട്ടിയാലോ പിന്നെ 10 പൈസ സംഭാവന കൊടുക്കില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയാൽ നമുക്കെന്താ? നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. ഒരാളും മക്കാമിൽ പോയിട്ട് പഠിച്ചവനെ ഇന്ന ഈ മഹാന്റെ മാതിരി ആക്കണേന്ന് പറയാറില്ല. കാരണം വലിയ ഇടങ്ങറാണ്. നിസ്കരിക്കണം, നോമ്പ് വെൽക്കണം, ദിക്ർ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മുടെ വയറുവേദന മാറണം, നമ്മുടെ മോളുടെ കല്യാണം നടക്കണം, ഇതൊക്കെയാണ് നമുക്ക്. ഈ സ്വാർത്ഥതയാണ് മസാറിൽ പോലും നമ്മൾ കാണിക്കും. എന്താ അദ്ദേഹത്തിന്റെ മാതിരി അന്നെ ആക്കണം എന്ന് പറഞ്ഞാൽ ആ അഹങ്കാരമൊന്നുമല്ല, അള്ളാഹു നമ്മളെ ആക്കി തരുമാറാകട്ടെ. അത് പരിചയമുള്ള മുഖാണുള്ളത് അല്ലേ ഹബീബിങ്ങളെ? അപ്പോ ഇവരോട് ബന്ധമുണ്ടായാൽ ഇവര് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, ശഫാഅത്ത് ചെയ്യും. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ മഹാനെ നമ്മൾ കണ്ടിട്ടില്ല, അവര് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. പടച്ച തമ്പുരാനോട് പറയും, നാഥാ ഇയാളെ ഞാൻ അറിയും, അവന്റെ കാര്യം എനിക്ക് വിട്ടുതരണം റബ്ബേ. അള്ളാഹു സ്വീകരിക്കും. അതാണ് റാളിയത്തൻ മർളിയ എന്ന് പറയുന്ന ഒരവസ്ഥ. അള്ളാഹു ഇങ്ങോട്ട് തൃപ്തിപ്പെടുക, അങ്ങോട്ട് തൃപ്തിപ്പെടുക. മുഅ്മിനീങ്ങളെ, വിഷയമതല്ല. നരകത്തില് അവസാനമായി ഒരു മുസ്ലിമിനെ പുറത്തെടുക്കുകയാണ്. അയാള് കള്ളുകുടിയനാ, തെമ്മാടിയ. ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു ഒരു പിടുത്തം പിടിക്കും. പ്രവാചകന്മാരുടെ റെക്കമെൻഡേഷന് ശേഷം, സഹാബത്തിന്റെ റെക്കമെൻഡേഷന് ശേഷം, ഔലിയാക്കന്മാരുടെ റെക്കമെൻഡേഷന് ശേഷം ഏതു സത്യപാതയുടെ വഴിയിലാണോ നമ്മൾ സഞ്ചരിക്കുന്നത്, അതിന്റെ അഭിവന്ദരായ നേതാക്കന്മാര് സ്വാലിഹീങ്ങളാണെങ്കിൽ, ആരിഫീങ്ങളാണെങ്കിൽ അവരും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും ഹബീബേ. അങ്ങനെ എല്ലാവരുടെയും അവസരം കഴിഞ്ഞു. എന്നിട്ട് അള്ളാഹു ഒരു പിടുത്താണ്. അള്ളാഹു പിടിക്കും. ഹദീസിലുള്ളതാ, അത് ബഷീർ വൈസിന്റെ ഡയറിയിലെ കുറിപ്പല്ല. അള്ളാഹു ഒരു പിടുത്തം, ആ പിടുത്തത്തിൽ പെട്ടവരൊക്കെ പെട്ടു. എന്നിട്ടത് മാഉൽ ഹയാത്തിൽ മുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജീവജലത്തിൽ പിടിച്ചൊരൊറ്റ മുക്കല. ഈ അള്ളാന്റെ കൈ നമ്മുടെ മായിരുന്നു ആവൂലട്ടാ, പിടിച്ചു മുക്കി പുറത്ത് കിട്ടും. അപ്പൊ അതിലൊരു തെമ്മാടി ഉണ്ടാവും, മഹാതെമ്മാടി. അയാള് ഈ കോട്ടപ്പള്ളി പള്ളിയിൽ ഒരു തവണ പോലും സുജൂദ് ചെയ്യാത്ത ആളാണ്. പക്ഷെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ശിക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിടുത്തത്തിൽ പെട്ടു, ഭാഗ്യത്തിന് പെട്ടു. ഹബീബിങ്ങളെ, അതെന്താണ് അവിടെ? എന്താണത്? ബെഡല്ലാന്ന് അവിടെ നരകത്തില്. ഇയാള് പുറത്തേക്ക് അള്ളാഹോട് പറയാം, അള്ളാഹു അതേ കാണുന്നല്ലോ ഒരു മരം, നോക്കണേ, തമാശല്ല, ഇതാ കാണുന്നല്ലൊരു മരം, എന്നെ അങ്ങോട്ട് എത്തിച്ചേരണം റബ്ബേ. ആരാ പറയണത്? ആരോടാ പറയണത്? ജല്ല ജലാലായ റബ്ബുൽ ഇസ്സയോട്. നമ്മൾ പേടിച്ച ഖബറിന്റെയും മഹ്ശറിന്റെയും ഭയാനകതകളിൽ പടച്ചോരെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ ചാട്ടവാറ് പിടിച്ച് നിൽക്കുന്ന ആളാണെന്ന് സങ്കല്പിച്ച് അള്ളാഹിനോട് പറയാ, അള്ളാഹു ആ മരത്തിന്റെ ചോട്ടിൽ നീ എന്നെ എത്തിച്ചു തരുമോ? അള്ളാഹു ചോദിക്കുമത്രേ, മനുഷ്യ, ഞാൻ അവിടെ നിന്നെ എത്തിച്ച വേറെ എന്തെങ്കിലും നീ എന്നോട് ചോദിക്കുമോ? വേറെ രണ്ടാമതൊന്ന് ചോദിക്കുമോ? ഇല്ല റബ്ബേ, അത് മതി. അള്ളാഹു കരുണ കാണിക്കുകയാണ്, വാത്സല്യം കാണിക്കുകയാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ അവനെ എത്തിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അള്ളാഹു കരുണ കാണിച്ചു. നോക്കി മുഅ്മിനീങ്ങളെ, ഈ പടച്ചോൻ പാവല്ലേ,
കുറച്ച് സമയം കഴിയും, അള്ളാഹു വേറൊരു മരം കാണിച്ചു കൊടുക്കും. നമുക്കിപ്പോ മരം എന്ന് കരുതുമ്പോൾ വലിയ സംഭവമില്ല, പക്ഷെ നരകത്തിൽ ചാടിയിട്ട് പുറത്തിയാടണം. അപ്പൊ ഒരു തണുപ്പ് കാണുമ്പോൾ വലുതായി തോന്നും. അള്ളാഹുവിന് ആ മരം കാണുമ്പോൾ അള്ളാഹിനോട് പറയും, ഇത് സ്വർഗത്തിന്റെ ഇടയിലാണ് ഈ മരങ്ങൾ, ഇത് അള്ളാഹു ഒരു പരീക്ഷണം നടത്തുക. ഇവൻ എഴുന്നേറ്റു, ആര്? ഈ ലുട്ടാപ്പി എഴുന്നേറ്റു, ഈ കുട്ടൂസൻ എഴുന്നേറ്റു. അള്ളാഹുവേ ദഗാണെന്നുള്ളൊരു രണ്ടാമതൊരു മരം. ആരെ പറയണോ? നദിയെ പിപ്പിരിയായി പാമ്പായി നടന്ന ആളാണ് അന്ന്. അപ്പൊ അള്ളാഹുവിനോട് പറയും, ഇന്നെ അങ്ങോട്ട് എത്തിച്ചു തരും. അള്ളാഹു തിരിച്ചു ചോദിക്കും, നീ എന്നോട് വേറൊന്നും ചോദിക്കൂലെന്ന് പറഞ്ഞല്ലേ സ്റ്റെപ്പ് രണ്ടാമതും ചോദിക്കുക. അള്ളാഹുവേ നീ കരുണയല്ലേ, നീ വാത്സല്യമല്ലേ, എന്നെ ഒന്ന് എത്തിക്കണേ നാഥാ. അള്ളാഹു എത്തിച്ചു കൊടുത്തു. റസൂലുള്ളാഹി നോക്കണേ, ഈ അള്ളാഹു എത്ര വാത്സല്യനിധിയ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ, കരച്ചിലങ്ങോട്ട് വരുന്നു. മൂന്നാമതൊരു മരം അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് മുത്തേ മുസ്തഫ. അപ്പോഴും അവൻ ചാടി എഴുന്നേറ്റ് പറയും, അല്ലാ ദാ കാണുന്നല്ലോ മൂന്നാമതൊരു മരം, അതിന്റെ അടിയിൽ എന്നെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹ് പഴയ ചോദ്യം ചോദിക്കും, നീ വേറൊന്നും ചോദിക്കൂലെന്ന് പറഞ്ഞാലോ. അതെന്താന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഈ ഉറൂസിനൊക്കെ പോകുമ്പോ, ഇവിടുത്തെ ഉറൂസ് അങ്ങനെയല്ല. ഞങ്ങളുടെ അവിടെ ഉണ്ട് ഒരു ഉറൂസ്, മണത്തല, ചേറ്റുവ, പട്ടാമ്പി, അവിടെയൊക്കെ ഒരു ഉറൂസ് ഉണ്ട്. പൂരാണ് ശരിക്കും. നമ്മുടെ ഈ ഉസ്താദിന്റെ നാട്ടുകാർ, ഈ തങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് പൂരം എന്ന് പറഞ്ഞാൽ ആന ഉണ്ടാവും, ചെണ്ട ഉണ്ടാവും. ഇവിടെ ആനയൊന്നുമില്ലല്ലോ, ഇല്ല. ഞാൻ ഇവിടെ ഒട്ടേറെ ഉറൂസുകൾക്ക് വരാറുണ്ട്, അപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല. പിന്നെ അതല്ല, ഈ ലോറിയുടെ പിന്നില് 18-20 വയസ്സുള്ള പെൺകുട്ടികള് ടൈറ്റ് വിറ്റ് ജീൻസ് അല്ല, എന്താ പറയുക, ലെഗിൻസ് ഇട്ടിട്ട് ഒരു മ്യൂസിക് ഇട്ടിട്ട് ഒരു നൃത്തം. ഇതൊക്കെ കേട്ടങ്ങളെ എന്നാണ് വട്ടാമ്പി നേർച്ചാന്ന് ചോദിച്ചിട്ട് വരും അങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ ഡേറ്റ് ഒന്നും പറയണില്ല. അതാണ് അവിടുത്തെ ഉറൂസ്. അപ്പൊ അവിടെ ഈ 6-ാം നമ്പറും പൊരി, ബലൂണ് ഒക്കെ അങ്ങനെ വിൽക്കും. തൃശ്ശൂർ പൂരം. അപ്പൊ വാപ്പാന്റെ കൈ തൂങ്ങി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബലൂൺ മേടിച്ചെന്നു വാപ്പ. അപ്പൊ വാപ്പാൻ്റെ ഇത് കാശില്ല, ഇന്നത്തെ വാപ്പയല്ല, പണ്ടത്തെ വാപ്പ. അപ്പൊ വാപ്പ പറയും, അത് മേടിച്ചെന്നാ നീ എന്നോട് വേറെന്തെങ്കിലും ചോദിക്കോ? അതെന്നെ മതി. അപ്പുറത്ത് പോയിട്ടൊരു പ്ലാസ്റ്റിക്കിന്റെ ലോറി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇങ്ങനെ കാണുക കടയിലേ. അപ്പൊ നമ്മള് വാപ്പാനെ തോണ്ടും, ആ ലോറി മേടിച്ചു തരും എനിക്ക്. അപ്പൊ വാപ്പാന്റെ കമന്റ് എന്തായിരിക്കും? ഡഹംകെ, നീ വേറൊന്നും ചോദിക്കൂല, നേരത്തെ പറഞ്ഞതല്ലേ, ഇനി ഒന്നും ചോദിക്കൂല, ലോറി കൂടി മതി. അപ്പൊ വാപ്പ പാവൻ ലോറി മേടിച്ചു തരും. അതാണ് നമ്മുടെ വാപ്പ ഭയങ്കര വാത്സല്യം. ഇവിടെ ഷമീർ ദാരിമി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അതിലേക്ക് പോണില്ല. പാവാണ് നമ്മുടെ വാപ്പാരൊക്കെ. ഇതേമാതിരി അള്ളാഹുവിനോട് നമ്മൾ പറയാം, ആ മരം, ആ മരം, ആ മരം. അപ്പോഴൊക്കെ അള്ളാഹു തരാന്ന്. അവസാനം അവന്റെ മുമ്പിൽ സ്വർഗമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിലെ സുഗാഡംബരങ്ങൾ ദൃശ്യമാകവേ, അതിലെ സുഗന്ധങ്ങൾ അടിച്ചു വീശവേ, അവൻ ചാടി എഴുന്നേറ്റ് കൊണ്ട് പറയും, നാഥാ നിന്റെ സ്വർഗമാ കാണുന്നത്, ഒരു സീറ്റ് തായോ അല്ലാ, ഒരു മൂലയിൽ ഒരു സീറ്റ് വേണം. അള്ളാഹു മുഅ്മിനീങ്ങളെ ഈ തമ്മാടിനെ സ്വർഗത്തിൽ കയറ്റിയിരുത്തുവെന്ന് ഖാല റസൂലുള്ളാഹി. ഇതാണ് പടച്ചവൻ, ഇതാണ് അള്ളാഹു. ഈ അള്ളാനെ എടങ്ങറാക്കിയിട്ടല്ലേ നമ്മൾ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങണം എന്ന് ആലോചിച്ചു. ഇങ്ങനെ വാത്സല്യം കാണിക്കുന്ന ഒരാളോട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുമോ? ഈ പടച്ചവനെ പറ്റിച്ചിട്ടല്ലേ നമ്മൾ ചിലപ്പോൾ കള്ളുടിക്കണം, അങ്ങനെ ചെയ്യാൻ പാടുമോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്നേഹിക്കുന്ന ഒരാളെ വിഷമിപ്പിക്കാൻ പറ്റുമോ? പേടിക്കുന്ന ഒരാളെ വേണി വിഷമിപ്പിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ നാട്ടിലൊരാളെ ഭയങ്കര പേടിയാണ്, എങ്ങനെയും മൂപ്പരെ കണ്ണു വെട്ടിച്ച് നമ്മൾ എന്തും ചെയ്യും. പക്ഷെ നമ്മളെ സ്നേഹമുള്ള ഒരാൾ ഈ നാട്ടിലുണ്ട്, അയാൾക്കെതിരെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. That's the power of love. അതാണ് സ്നേഹത്തിന്റെ ശക്തി. അല്ലാഹു സ്വർഗത്തിൽ അവനെ വെച്ചു. അതിലെ സുഗാഡംബരങ്ങളിൽ രമിച്ചു മതിച്ചിരിക്കുമ്പോ അല്ലാഹ് ചോദിക്കും, അയുർദീക അൻ ഉതീക ദുനിയാ വമിസ്ലഹാ മആ.
മനുഷ്യ, സ്വർഗത്തിന് പകരമായി നിനക്ക് ഞാൻ 2 ലോകം തരാ. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലെ കോട്ടപ്പള്ളിയല്ല, കാസർഗോഡ് ജില്ലയല്ല, കേരളമോ ഇന്ത്യയോ അല്ല, ഭൂഖണ്ഡങ്ങളല്ല, 2 ലോകം ഞാൻ നിനക്ക് തരാ. സ്വർഗത്തിന് പകരം സ്വർഗത്തിൽ നിന്നൊന്നു പോകുമോ? അല്ലാഹു സ്വർഗത്തിലെത്തിയ മനുഷ്യനോട് ചോദിക്കുകയാണ്. അപ്പോഴയാള് പറയുമത്രേ, പടച്ചോനെ, നീ എന്നെ കളിയാക്കല്ലേ റബ്ബേ, നീ എന്നെ മണ്ടനാക്കല്ലേ റബ്ബേ. കാരണം നമുക്കറിയാം സ്വർഗമാണ് വലുതെന്ന്. എന്റെയും നിങ്ങളുടെയും ചിന്തയും പ്രാർത്ഥനയും സ്വർഗം കിട്ടാനല്ലേ. എന്തിനാ നിസ്കരിക്കുന്നേ? സ്വർഗത്തിൽ പോകാൻ. എന്തിനാണ് നോമ്പ് നോൽക്കുന്നേ? സ്വർഗത്തിൽ പോകാൻ. എന്തിനാണ് നന്മ ചെയ്യുന്നേ? സ്വർഗത്തിൽ പോകാൻ. ഇതാണ് നമ്മുടെയൊക്കെ പരിമിതമായ ലക്ഷ്യമെങ്കില് അതൊന്നുമല്ല ഹബീബേ. ആരിഫീങ്ങൾ സ്വപ്നം കണ്ടതല്ല, ഔലിയാക്കന്മാർ സ്വപ്നം കണ്ടതല്ല. അല്ലാഹു ആ മനുഷ്യനോട് പറയും, പുറത്തു പോകണോ? 2 ലോകം തരാം. അപ്പൊ പറയും, കളിയാക്കല്ലേ റബ്ബേ. അപ്പൊ അല്ലാഹു പറയും അത്രേ, മനുഷ്യ, സ്വർഗമാ വലുതെന്ന്, സ്വർഗമാണ് വലുതെന്ന് തെറ്റിദ്ധരിച്ചു പോയ മനുഷ്യപുത്രനെ, ലക്കും മന്ദീ അഫ്ളലു മിൻ ഹാദാ. എന്റെ കയ്യിലുണ്ട് മോനെ, എന്റെ കയ്യിലുണ്ട് മനുഷ്യ, അഫ്ളലു മിൻ ഹാദാ. ഞാൻ എന്റെ വിഷയത്തിന്റെ മർമ്മത്തിലെത്തുകയാണ്. സഹോദരന്മാരെ, എന്റെ പൊന്നു മുഅ്മിനാത്തുകളെ, അല്ല പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലക്കും ഇൻദീ അഫ്ളലു മിൻ ഹാദാ. എന്റെ കയ്യിൽ സ്വർഗത്തേക്കാ ഉന്നതമായ മറ്റൊന്നുണ്ട്. ഇവൻ ചാടി എഴുന്നേറ്റു. അതേ കോട്ടപ്പള്ളിയിൽ കള്ളുകുടിച്ച് നടന്ന, നിസ്കരിക്കാതെ നടന്ന, തെമ്മാടിത്തം കാണിച്ചു നടന്ന മനുഷ്യൻ ശിക്ഷ കഴിഞ്ഞ് റബ്ബുൽ ഇസ്സയുടെ കരുണയുടെ 3 മരങ്ങൾ താണ്ടി സ്വർഗപ്രവേശനത്തിന് കരുത്തു നേടി അല്ലാഹുവിന്റെ മുമ്പിലിരിക്കുമ്പോ റബ്ബുൽ ഇസ്സ പറയുക, ഇത് പറയുമ്പോ അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. 1 കിട്ടിയാൽ 10 കിട്ടണമെന്നല്ലേ മനുഷ്യന്റെ ചിന്ത. കാറുള്ളവന് ബസ് വേണം, ബസ്സുള്ളവന് ഹെലികോപ്റ്റർ വേണം, അതുള്ളവന് വിമാനം വേണമെന്നല്ലേ. അതെ, നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയാണ്. നമ്മൾ ഉയരങ്ങളിലേക്കാണ് ചിന്തിക്കുന്നത്. ഈ മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കും, അയ്യു ശൈഇൻ അഫ്ളലു മിൻ ഹാദാ റബ്ബേ. സ്വർഗത്തേക്കാ ഉന്നതമായ മറ്റെന്താണ് നിന്റെ കയ്യിലുള്ളത് നാഥാ? അതെന്തുട്ടാണ് റബ്ബേ? കണ്ട, സ്വർഗം കിട്ടിയിട്ട് എനിക്ക് മതിയായില്ല. അല്ലാണ്ട് പറയാം, അതെന്താണ് റബ്ബേ? അപ്പോൾ അല്ലാഹ് പറയുകയാണ്, റിളാഇ 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 അഫ്ളലു മിൻ ഹാദാ. എന്റെ തൃപ്തിയാണ് മനുഷ്യ, എന്റെ റിളയാണ് മനുഷ്യ, സ്വർഗത്തെക്കാൾ വലുതെന്ന് രാജതമ്പുരാൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഒരു മുഅ്മിനിന്റെ മൗലികമായ ലക്ഷ്യം. ആത്യന്തികമായി പടച്ചോന്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ്. സ്വർഗം കിട്ടുക എന്നുള്ളതല്ല. സ്വർഗം കിട്ടാൻ ഇബാദത്ത് ചെയ്ത സ്വർഗം ചിലപ്പോൾ കിട്ടും. അള്ളാന്റെ തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാഹിനെ സ്നേഹിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അള്ളാഹു അയാളോടത് പറഞ്ഞെങ്കിൽ എത്ര വലിയ കാരുണ്യമാണ്, എത്ര വലിയ സ്നേഹമാണ് അള്ളാഹ് കാണിച്ചത്.
ഇത്ര സ്നേഹം കാണിക്കുന്ന തമ്പുരാനോട് എതിര് ചെയ്യാൻ പറ്റുമോ നമുക്ക്? നാളെ സുബഹി ബാങ്ക് മുഴങ്ങുമ്പോ, ചെവിയിൽ മുഅദ്ദിന്റെ അമരനാദം മുഴങ്ങുമ്പോ തന്റെ കാമുകിയാണ് വിളിക്കുന്നത് എന്ന ഓർമ്മയിൽ ഒന്ന് ചാടി എഴുന്നേൽക്കാൻ. ഇന്ന് വയല് കഴിഞ്ഞ് വാട്സപ്പിന്റെ ഓൺലൈനിൽ ഓണാക്കിയപ്പോൾ അതാ വന്നു, ഹായ് ഡാർലിംഗ്, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു, എവിടെ പോയി പണ്ടടങ്ങിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ കുടുകുടാ മറുപടി സുബഹി വരെ ഉറക്കമൊഴിച്ചിട്ട് മറുപടി അയക്കൂലേ? നാളെ നീ ചെറുവത്തൂര് വരണം വണ്ടിയുമായിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഉറക്കമൊഴിച്ചതൊന്നും മടി കാണിക്കാതെ സുബഹി കഴിഞ്ഞാ വണ്ടി എടുത്തു പോകൂലേ? ഓഫ് ലവ്, ഇത് സ്നേഹത്തിന്റെ ശക്തിയാ. സുബഹിക്ക് മുക്രി വിളിക്കണത് ഇവിടുത്തെ മുക്രിസ്താവിടെ സഹസിലുണ്ടോ നമുക്ക് അറിയില്ല. ഉണ്ടാ ഉണ്ടാ അവിടെ ആ മണിക്കല്ല തന്നെയാണല്ലേ മുഅ്മിനീങ്ങളെ മുക്രി വിളിക്കണതേ നമ്മുടെ കാമുകി വിളിക്കുന്നത് പോലെയാണ്. ഹായ് ഹയ്യ അലസ്സലാ, വായോ മുത്തേ എന്ന് അല്ലാഹ് വിളിക്കുകയാണ്. അദ്രാമസേരല്ലേ വിളിക്കുന്നത്. ഹയ്യ അലൽ ഫലാ, ഡാർലിംഗ് ആരാ പറയണേ? അല്ലാഹ് വിളിക്കാണ്. കരുണ്യമേ, വാത്സല്യമേ, സ്നേഹമേ, പ്രണയമേ, ഇഷ്കേ ഹുബ്ബേ അല്ലാ. നീ അങ്ങനെ ഒന്ന് മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാളി. അപ്പൊ നമ്മൾ പള്ളിക്ക് പതുക്കെ വരും. മറ്റത് അടച്ചോനെ നിസ്കരിച്ചില്ലെങ്കിൽ ഖബറിലിട്ട് അടങ്ങറാക്കുകയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഇനിയും മരിക്കാൻ കുറെ കാലം ഉണ്ടല്ലോ, പിന്നെയും കിടന്നുറങ്ങി നമ്മൾ. ഏയ് നമുക്ക് സ്നേഹമില്ലാത്ത അമ്മ സുബീക്ക് വിളിക്കാ, ചായ പിടിച്ചറാ, എനിക്ക് ചൂടാറണ, എനിക്ക് വേണ്ടതല്ലേ. ഉമ്മാനോട് നമ്മൾ അങ്ങനെ പറയും, ദേഷ്യം ഉണ്ടെങ്കിൽ. നമ്മുടെ കാമുകി വാടാ വരാന്ന്, ഇപ്പൊ തന്നെ നമ്മ പറയും. അത് സ്നേഹത്തിന്റെ ഒരു ശക്തിയാണ്. അപ്പൊ നമ്മുടെ മുഅദ്ദിന്റെ ബാങ്ക് വിളി നമ്മൾ അങ്ങനെ കാണണം. എങ്ങനെ? ഹയ്യാലസലാ പറഞ്ഞാൽ ഹയ്യാലസലാ നരകത്ത് പോകുന്നല്ല, ഹയ്യാലസലാ വാടോ വരണോ. നമ്മൾ പൊതപ്പൊക്കെ വലിച്ചെറിഞ്ഞ് ഒന്നുണ്ടാക്കി ഓടും. അല്ലാന്റെ മുമ്പിൽ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോ നമ്മുടെ കാമുകിയുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് വെക്കുന്ന ഒരു രോമാഞ്ചം ഉണ്ടാകണം. അതാണ് കോട്ടപ്പള്ളി കിടക്കുന്ന നമുക്ക് പറയില്ല അന്ത്യവിശ്വങ്ങളൊന്നും മഹാന്റെ പ്രത്യേകത. നമ്മൾ അല്ലാഹനെ പേടിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പ്രണയമാണ്, കാമുകനാണ്. ഹബീബിങ്ങളെ, അങ്ങനെ അല്ലാഹനെ സ്നേഹിച്ചാൽ എന്തുണ്ടാകുക? പിന്നെ ഒരു പ്രതിസന്ധി നമുക്ക് പ്രതിസന്ധിയല്ല. ഇപ്പൊ മോദി അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഭയങ്കര ബേജാറ്. എന്തിനാണ് ഈ ബേജാറ്? മുസ്ലിമിന് എന്തിനാണ് ഈ ഭയം? ആര്? എന്തിന്? 14 നൂറ്റാണ്ടിന്റെ പ്രോജ്വലമായ ഇതിഹാസം ഈ മുസ്ലിമിനുണ്ടായിട്ടുണ്ട്. ഈമാനും അഅ്മാലും ഒന്നിച്ചു ചേർന്നപ്പോണ്ടായി. മോദി എന്തുട്ട് മോദി? നമ്മൾ എന്തിനാണ് ഈ ഭീതിയിൽ അകപ്പെടുന്നത്? അല്ലാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാളോളം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ നൂറ് കാലാതിവർത്തിയായ പ്രകാശമായി ഉണ്ടാവും. അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആർത്തലക്കുന്ന മക്കത്തെ കൊടിയ കുഫാറുകളുടെ മുന്നിൽ പൊട്ടിയ വാളുകളും നണ്ടിയെ നടക്കുന്ന കുതിരകളുമായി റമളാനിന്റെ 17ന്റെ പകൽ പട്ടാപ്പകൽ പട്ടിണി പാവങ്ങളായി 50 കിലോമീറ്റർ നടന്നിട്ട് കാലിൽ പുളകമുണ്ടായിരുന്നു സഹാബത്തിന്റെ. മുഅ്മിനീങ്ങളെ, അല്ലാഹനെ സ്നേഹിച്ചിരുന്നു ബദരീങ്ങൾ എന്നതുകൊണ്ട് അല്ലാഹ് വിജയിപ്പിച്ചില്ലേ? നിങ്ങൾ എന്തിനാണ് ബദറിൽ മലക്കുകൾ ഇറങ്ങിയത്? 313 ആളുകൾ വിജയിപ്പിക്കാൻ 1000 മലക്കുകളെ എന്തിനാ അല്ലാഹ് ഇറക്കിയത്? അൽഫം മിനൽ മലായിക മുദിഫീൻ, അണിയണിയായി വരുന്ന 1000 മലക്കുകൾ ഇറങ്ങി. 1000 മലക്കുകൾ ഇറങ്ങിയ ബദരീങ്ങളുടെ മഹത്വം പോകുകയല്ലേ ഈ മുഅ്മിനീങ്ങളെ? 1000 ആളുകൾ ഇവിടെ നിൽക്കുക, യുദ്ധം ചെയ്യാം. 310 കൂടെ 1000 മലക്കുകൾ പിന്നെ ഇറങ്ങി. അപ്പൊ ബദരീങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല. വെട്ടണത് ആരാ? ജിബ്രീലും മീകായിലും. അങ്ങനെയാണെങ്കിൽ ബദരീങ്ങളുടെ മഹത്വം കുറയല്ലേ ചെയ്യുക? അങ്ങനെ ഇതുവരെ ആലോചിച്ചില്ലല്ലേ? റമളാൻ 17 ഇങ്ങനെ പോത്തിറച്ചി നെയ്ച്ചോറ് ഇങ്ങനെ തിന്നുമ്പോ
അടുത്ത വെള്ളിയാഴ്ച ചെറുവത്തൂരിൽ ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മൊബൈൽ നമ്പർ മാറ്റും. കത്തി പുസ്തകം വിളിച്ചെങ്കിലും വെച്ചിട്ട് അന്ന് എല്ലാവരും ഭാര്യ വീട്ടിൽ ഇരുന്ന് പോയിട്ടുണ്ടാവും. അല്ല, ഇവിടെ ഭാര്യ വീട്ടിലാണ് താമസിക്കല്ലേ, ഒക്കെ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. അതാണ് നമ്മുടെ ഈമാനു ഇസ്ലാം എന്ന് പറയുന്നത്. ഫേസ് 2 യുദ്ധാണ്. ട്രെയിനിൽ പോകുമ്പോഴൊക്കെയല്ല, ചെറുവത്തൂരിൽ നേരിട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ, ആമീൻ പറയും. നിങ്ങളെ പോവേ അടിച്ചു പോകും. നമ്മൾ ബദരീകളൊന്നല്ല. അതാണ് മജ്‌ലിസ് നൂറിന് വരണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരു യുദ്ധത്തിന് വിളിച്ച അള്ളാഹിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് എന്നോട് ഇവിടെ യുദ്ധം ഉണ്ട് വരണിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കന്ന് ഇരുന്നു കൊണ്ടല്ലോ ഞാൻ പറയും. അതാണ് നമ്മുടെ ഈമാന്റെ ഒരു ക്വാളിറ്റി. അത് അതുകൊണ്ട് ഉണ്ടാക്കി മുഅ്മിനീങ്ങളെ. അപ്പൊ മലക്കുകൾ ഇറങ്ങിയത് എന്തിനാ? അത് അള്ളാഹുവിന്റെ ആത്മീയമായ സഹായമാണ്. അതിനറിയിക്കാൻ വേണ്ടിയിട്ട്. ബദർ പറയല്ല, എന്നാലും പറയട്ടെ. തലേ ദിവസം സഹാബത്ത് ഒരുമിച്ച് കൂടിയിട്ട് ശാന്തമായി മയക്കത്തിലേർപ്പെട്ടപ്പോ പുന്നാര നബി സുജൂദിൽ വീണ് കരഞ്ഞില്ലേ? രാത്രിയുടെ പാതിരാവിൽ മുത്തുനബിയുടെ ഏങ്ങലടി കേട്ടിട്ട് അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റപ്പോ ലോകത്തിന്റെ നേതാവ് സുജൂദിലാ. അവിടത്തെ ഉത്തരീയം നിലത്ത് കിടക്കുകയാണ്. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, കഫാക കഫാക യാ റസൂലല്ലാഹ്, മദിയാക്കൂ നബിയേ, സൈക്കാ വയ്യ നബിയേ. മുത്തുനബി സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചില്ലേ, നാളെ രാവിലെ യുദ്ധം നടക്കുമ്പോ പൂർവ്വ പ്രവാചകന്മാരുടെ അനുയായികൾ പലപ്പോഴും പ്രവാചകന്മാരെ ഇട്ടേച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നാളെ എന്റെ പ്രിയപ്പെട്ട അനുജനന്മാർ എന്തു ചെയ്യുമെന്നതുകൊണ്ടാണ് ഞാൻ അല്ലാഹുവോട് ദ്വാരക്കുന്നത്. ഹബീബിങ്ങളെ, ആത്മീയ സഹായത്തിന്റെ മങ്ങാത്ത മായാത്ത അടയാളമാണ് ബദർ. ഈമാനിന്റെ മധുരം കിട്ടിയ ഓർമ്മകളുടെ ദിവസമാണ് ബദർ. അന്നത്തെ ദിവസം കഴിഞ്ഞുപോയി. പിറ്റേന്ന് ഫേസ് 2 ഫേസ് അറ്റാക്ക് നടക്കുകയാണ്. ഇത് ട്രെയിനിൽ ബോംബ് വെക്കുന്ന പരിപാടിയല്ല. രാത്രി ആരെങ്കിലും പോകുമ്പോ പിന്നിലൂടെ ബൈക്കിൽ പോയി വാഴ വെട്ടുന്നത് പോലെ വെട്ടുന്ന ജിഹാദല്ല. ഇത് നേർക്ക് നേരെയാണ്. അതിന് തിരിമാൻ കൂടുതൽ വേണം. ന്യൂക്ലിയസ് ബോംബിട്ടുകൊണ്ടൊരു സമുദായത്തെ തകർക്കാൻ അമേരിക്കക്ക് ഭീരുത്വമാണ്. അതൊന്നും ധൈര്യമല്ല സഹോദരങ്ങളെ. അഫ്ഗാനിസ്ഥാന്റെ മഞ്ഞുവീണ മലമടക്കുകളിൽ ക്ലസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് പതിനായിരങ്ങളായ ആളുകളെ കൊന്നുകൊല വിളിച്ച അമേരിക്ക ഭീരുവാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഇവിടെ നടക്കുന്നത് ഭീരുത്വത്തിന്റെ യുദ്ധമല്ല, ഇത് ധീരതയുടെ യുദ്ധമാണ്. അപ്പുറത്ത് നിൽക്കുന്നതാരാ? ഹിന്ദെന്ന പെണ്ണിന്റെ പാട്ടിന്റെ ഈണവുമായി വന്നവർ റളിയല്ലാഹു അൻഹാ, പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ബദറിലേക്ക് അവർ വരുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി മൊയ്ൻകുട്ടി വൈദ്യര് പറഞ്ഞത് ഇങ്ങനെയാണ്: തുടരമത്തള്ളവും ഭൂജുടുമറുവ ഒറ്റകളും കൈമണി തുട്ടിക്കൽ താശികളാ. ഒരു വരിയിൽ ഇങ്ങനെയും പറഞ്ഞു: പുറപ്പ് ആ വരികളിൽ മുഴുവൻ അവരുടെ അഹങ്കാരത്തെ ചേർത്തു വെച്ചു മൊയ്ൻകുട്ടി വൈദ്യര്. അറേബ്യൻ കാട്ടുമൃഗങ്ങളുടെ ചുട്ടെടുത്ത ഇറച്ചി കടിച്ചു വലിച്ചിട്ട് കൈകളിൽ തുളുമ്പി ഒഴുകുന്ന മധ്യചഷകങ്ങളേന്തി ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ പാട്ടിന്റെ ഈണത്തിൽ അവരൊന്നും മുസ്ലിമല്ല. നിതംബം കുലുക്കിയ നൃത്തത്തിന്റെ പിറകിൽ അവർ വന്നു. ആയുധപാണികളായി അറേബ്യൻ ആയോധന കലയുടെ സകല അടവുകളും പഠിച്ചവർ. ഇവരോ വാളുകളില്ല. അതല്ലേ ബദറിനെ കുറിച്ച് ഓർക്കുമ്പോ നമ്മൾ ചിന്തിക്കണ്ടേ? പിന്നെ തണ്ടം കൈകൊണ്ട് യുദ്ധം ചെയ്യാ, വാള് കുറച്ചുള്ളൂ. ചരിത്രം പരിശോധിച്ചു നോക്കൂ. 4 or 5 ആളുകളല്ലേ, 313 ആളുകൾ. ആദ്യം ഏകാംഗ പോരാട്ടം നടക്കാൻ പോവുകയാണ്. മദീനത്തെ ചില സഹാബിമാരെ മുമ്പോട്ടിറക്കിയപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഖുറൈശികളുടെ നേതാവ് പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങൾക്കിപ്പൊ മദീനക്കാരെ വേണ്ട, ഇപ്പൊ മക്കക്കാരെ വേണം, മുഹാജിരീങ്ങളെ വേണം. അവരെയാണ് ആദ്യം ഞങ്ങൾ വലയിൽ വകവരുത്തുന്നത്. ഞങ്ങളെ ആക്ഷേപിച്ചവർ, ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞവർ. അതുകൊണ്ട് ആദ്യം അവരെ വിട്. മുഹാജിറന്റെ വാക്കു കേട്ട് മുഞ്ചി 3 സിംഹരാ
മുന്നിലെ ഉബൈദത്തും പിൻ ഹംസത്തും വഖൈദറാ. മുഹാജിരീങ്ങളെ വേണമെന്ന് പറഞ്ഞപ്പോ ഈറ്റപ്പുലി ഹംസത്തുൽ കറാർ, അലിയുൽ മുർത്തള, അബൂ ഉബൈദ, 3 സഹാബി വര്യന്മാര് വരികയാണ്. ഏകാംഗ പോരാട്ടത്തിൽ ഉത്ബ, ശൈബ, വലീദ്, കരടികളെ പോലെ രോമാവൃതമായ ശരീരങ്ങളുള്ള ഖുറൈശിലെ 3 മലകൾ വന്നു നിന്നു. ഏകാംഗ പോരാട്ടം നടത്തി. ശൈബയെ അലി നേരിട്ടപ്പോ, വലീദിനെ ഹംസ നേരിട്ടപ്പോൾ ഉത്തുബയെ നേരിട്ടത് അബൂ ഉബൈദയാണ്. അദ്ദേഹത്തെ വധിക്കാൻ കഴിയുന്നതിനു മുമ്പ് മഹാനായ സയ്യിദുനാ അബൂ ഉബൈദയുടെ കരിന്തുടയിൽ വെട്ടേറ്റു. നിലത്തു വീണു. മുന്നോട്ട് പോകാൻ കഴിയാതെ തളർന്നു വീണപ്പോ 2 സഹാബാക്കൾ ഓടി പടക്കളത്തിൽ ഓടിയെത്തി കോരിയെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ഇന്ന് ബദർ കാണാൻ പോകുമ്പോ മസ്ജിദുൽ അരീസ് എന്ന് പറയുന്ന ഒരു കൈമ പള്ളിയുണ്ട്. അവിടെ ഒരു കൈമയിൽ പുണ്യനബി രംഗം വീക്ഷിച്ചിരിക്കുകയാണ്. അതേ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. പുകിന്താർ ഇരുപേരും അതീക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി ചൊരിന്ത് ഉബൈദത്ത് എടുത്തതമ്മ. ചോരവാർന്നൊഴുകുന്ന കാലുമായി ഓടി ഓടി മുത്തുനബിയുടെ ഹളറത്തിൽ അവരെത്തിച്ചു. തലയതാ റസൂലുള്ളാന്റെ മടിയിൽ വെച്ചു കൊടുത്തു. അതുവരെ കരയാതിരുന്ന, അതുവരെ പ്രൗഢഗംഭീര മുഖഭാവങ്ങളോടെ കിടന്ന അബൂ ഉബൈദ കരയാൻ തുടങ്ങി. മുത്തുനബിക്കത് കണ്ടപ്പോ വേദനയായി. അബൂ ഉബൈദ, വേദന സഹിക്കാൻ വയ്യ അല്ലേ? കരിന്തുട മുറിഞ്ഞ് എല്ല് മുറിഞ്ഞ് മജ്ജ ഒഴുകുമ്പോ ഹബീബിങ്ങളെ അവിടെന്ന് പറയുകയാണ്, അല്ലയാ റസൂലല്ലാഹ്, ഇതൊന്നും വേദനയല്ല ഹബീബേ. എന്റെ ചെറുപ്പക്കാരാ, കോട്ടപ്പള്ളിയിലെ ചെറുപ്പക്കാരാ, അള്ളാന്റെ ദീനിനു വേണ്ടി കാലുകൊടുത്തപ്പോ ഇതൊന്നും വേദനയല്ല റസൂലേ. വെഞ്ച കാളം വീട്ട് പിരിന്തോനാണ് വിളിപേ ഷഹീദാമോ അന പൊന്മാനേ. യുദ്ധത്തിന്റെ കളത്തിന് പുറത്തല്ലേ നബിയെ ഞാൻ? പ്രവാചക കാലഘട്ടത്തിലെ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ്. അപ്പോൾ അതിന്റെ വിധിയെക്കുറിച്ച് അറിയായിട്ടാണ് അബൂ ഉബൈദ അങ്ങനെ സങ്കടപ്പെടുന്നത്. ഞാൻ പുറത്താണിപ്പോ, ഇപ്പൊ മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടൂലല്ലോ. ഞാൻ യുദ്ധക്കളത്തിലല്ലല്ലോ മരിച്ചത്. പൊൻചമ്പക ചുണ്ടനക്കി ഉമ്മേ, പുന്നാര നബിയുടെ ചുണ്ടനക്കിക്കൊണ്ട് പറഞ്ഞു അബൂ ഉബൈദ, കരയല്ല മുത്തേ, കരയല്ല മുത്തേ, ചഞ്ചൽ ഫളലോറ്റ ഷഹീദാകും നീ. പുണ്യനബിയുടെ നൂറാനിയത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഷഹീദിന്റെ പദവിയുടെ വാക്യം കേട്ടപ്പോ കരയുന്ന അബൂ ഉബൈദ പാട്ടുപാടുകയാണ്. പാടി പാടി വയ്യഖ്തഉ റിജ്ലി, അല്ലാഹുവേ അവരെന്റെ കാലു മുറിച്ചെങ്കിലും നാഥാ അബൂ ഉബൈദക്ക് പ്രശ്നമില്ല റബ്ബേ. ഹബീബിങ്ങളെ, അതാണ് ബദരീങ്ങള്. ഈമാനിന്റെ മധുരം കൊണ്ട് പ്രചോദിതമായപ്പോ, അള്ളാനെ പ്രണയിച്ചപ്പോ ദുനിയാവിന്റെ വേദന വേദനയായില്ല. വേറൊരു സഹാബിയുടെ വലത്തെ കൈയിനാണ് വെട്ടേറ്റത്. അതങ്ങ് എല്ല് മുറിഞ്ഞ് ഇത്തിരി മാംസത്തിലും തോലിലുമായി ആടാൻ തുടങ്ങി. എല്ല് തമ്മിൽ കരകരാ നാടുമ്പോ, ഒരഞ്ഞു മുട്ടുമ്പോ വേദനിക്കാൻ തുടങ്ങി. മുന്നോട്ട് ഗമിക്കുമ്പോ വേഗത കുറയാൻ തുടങ്ങി. ഇടത്തെ കയ്യിൽ വാളു പിടിച്ചു. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പൊന്നു ഉമ്മമാര്, രക്തം വാർന്നൊഴുകുമ്പോഴും ബദറിലെ പടയോട്ട കളത്തില് ബദർ ശുഹദാക്കളിൽ പെട്ടൊരാള് മുന്നോട്ട് ഗമിക്കുകയാ.
കൈ സമ്മതിക്കുന്നില്ല. ആ വാള് താഴെ വെച്ച് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചോ, ഒരു കടിയങ്ങ് വെച്ചു കൊടുത്തു തോലില്. പക്ഷെ മുറിയുന്നില്ല. കൊഴുകൊഴുത്ത രക്തത്തിൽ പല്ല് വഴുതി മാറുകയാണ്. തോല് കടിച്ചു മുറിക്കുമ്പോ മുറിയുന്നില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അള്ളാന്റെ ദീനിനു വേണ്ടി പടപൊരുതുമ്പോ ദുനിയാവിന്റെ കയ്യേ തടസ്സം നിൽക്കല്ലേ, എനിക്കെന്റെ ദീനാ വലുത്. അദ്ദേഹം റുക്കോയിലെന്ന പോലെ കുനിഞ്ഞു നിന്നു. ഹബീബിങ്ങളെ, ഇത് പറയുമ്പോ എന്റെ കൈയിന്റെ ഇവിടെ വേദന തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നു? റുക്കോയിൽ പോലെ കുനിഞ്ഞു നിന്നിട്ട് ആടുന്ന കാൽപാദത്തിന്റെ മുകളിലെ തന്റെ വലത്തെ കാലങ്ങ് കയറ്റി വെച്ചു, ചവിട്ടി പിടിച്ചു. ചവിട്ടി അങ്ങ് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരുകയാ. അലാസ്റ്റിക് വലിഞ്ഞ് പൊട്ടുന്നത് പോലെ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിന്റെ തോലിങ്ങനെ മുറിയുകയാണ്. മുറിഞ്ഞങ്ങ് പൊട്ടി. ആ കൈയങ്ങ് വലിച്ചെറിഞ്ഞു പോയില്ലേ. പോർക്കളങ്ങളിൽ ഇതിഹാസം രചിച്ച ബദരീങ്ങളുടെ ഓർമ്മ അവർക്ക് ഈമാനിന്റെ മധുരം കിട്ടിയത് കൊണ്ടാണ് ഹബീബേ. ആ മധുരമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് തിരിച്ചു പിടിക്കാൻ അല്ലാഹനെ സ്നേഹിക്കണമേ. ഇടയിലൊന്ന് പറയട്ടെ, അതെ, അതിന്റെ ഓർമ്മയാണ് മജ്ലിസുന്നൂർ. കൊണ്ടോട്ടിയിലെ കൊയിലാണ്ടിയിലെ പാറപ്പള്ളിയിൽ ഒരു ബദർ ശുഹദാവ് കിടക്കുന്നുണ്ട്. എന്ന് നമ്മൾ ബദർ മൗലൂദിൽ പറയുന്ന തമീമുൽ അൻസാർ. കോഴിക്കോട്ടെ മുഗദാർ എന്ന് പറയുന്ന സ്ഥലത്തിന് ആ പേര് വന്നത് മുഗീറത്തു ശോഭ എന്ന സഹാബി അവിടെ വന്നതുകൊണ്ടാണ്, അവിടെ താമസിച്ചത് കൊണ്ടാണ്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബദരീങ്ങൾ അല്ലാഹനെ സ്നേഹിച്ചപ്പോ അല്ലാഹ് സ്നേഹിച്ചവരെ സഹായിക്കാൻ മലക്കുകളെ ഇറക്കി. ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ട്. ദുനിയാവിന്റെ വർത്തമാനകാലത്തെ പ്രതിസന്ധികളിൽ മലക്ക് വരുമോ ബശീറേ? ബദരീങ്ങൾക്ക് മലക്ക് വന്നതുപോലെ. റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇതിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിക്കൊണ്ടിരണം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു ആ മോതിരം പുണ്യ നബിയുടെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ഇത് സലാത്തിന്റെ വാർഷികം കൂടിയാണ്. അതാണ് ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. മോതിരം മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു. ആരംഭ പ്രവാചകൻ ആ മോതിരത്തിലേക്കൊന്ന് നോക്കി. പുണ്യനബിയുടെ പാൽനില, ചന്ദ്രന്റെ നിലാവുള്ള മുഖമതാ ഗൗരവം നിറയുകയാണ്. മുത്തുനബിയുടെ മുഖത്ത് ദേഷ്യം വിരമ്പി വന്നു. അബൂബക്കർ, അത് നബി വിളിച്ച അമക്ക് റളിയല്ലാഹു അൻഹു പറയട്ടെ, നമ്മുടെ എളാപ്പടമാന്റെ ഇതാണ് നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞു. നിന്നോട് എന്തെഴുതാനാ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ എന്താ എഴുതിയേക്കണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ താഴെ എന്താ എഴുതിയേക്കണത്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്. ആര് പറഞ്ഞു എഴുതാർ? മുഅ്മിനീങ്ങളെ, ഇവിടെ ചിലർ വാദിക്കാറുണ്ട്, മുത്തുനബി പറയാത്തത് പറയാൻ പാടില്ല, മുത്തുനബി ചെയ്യാത്തത് ചെയ്യാൻ പാടില്ല. മുത്തുനബി ഇങ്ങനെ വഴി നടത്തിയിട്ടുണ്ട്, അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ല. മുത്തുനബി ഇങ്ങനെ ഉറൂസ് നടത്തിയിട്ടുണ്ടോ? അല്ലെ ചില ആൾക്കാർ ചോദിക്കുന്നു, അപ്പൊ നമ്മൾ നടത്താൻ പാടില്ല. സലാത്ത് വാർഷികം നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ല, അപ്പൊ നമ്മൾ നടത്തണ്ട. അതാണല്ലോ ചില ആൾക്കാരുടെ വാദം. അതുകൂടെ പൊളിക്കുകയാണ് ഞാൻ. വിഷയം അതല്ലെങ്കിലും ഇടയിൽ ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ് നമ്മൾ അറിയാതെ. ആദരവായ നബി ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എഴുതാൻ. അബൂബക്കർ തങ്ങൾ ചിരിക്കുകയാണ്. ഞാൻ എഴുതിയതാണ് നബിയെ, എനിക്കെഴുതാൻ തോന്നി നബിയെ. അർശിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊന്നും പോരാ, നീ ഞാൻ പറയില്ല. ഒരൊറ്റ വയതിലും ഉറക്ക സലാത്തിലൊന്നും പറയരുത്. കാരണം പറയാതെ തന്നെ നമുക്ക് ചെല്ലാൻ തോന്നും. കുർസിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ. കലമിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ. സിദ്റത്തുൽ മുന്തഖയുടെ മുകളിൽ എഴുതിയ നാമധേയമാ മുഹമ്മദ് മുസ്തഫ. ബൈത്തുൽ ഉസയുടെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ.
ബൈത്തുൽ മഅമൂറിന്റെ മുകളിൽ എഴുതിയ നാമമാ മുഹമ്മദ് മുസ്തഫ. അതേ സ്വർഗത്തിന്റെ സപ്ത കവാടങ്ങളുടെ മേൽ ഉല്ലേഖനം ചെയ്ത നാമമാ മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെ ഞാൻ എഴുതാതിരിക്കും നബിയെ? അള്ളാന്റെ കലിമക്ക് താഴെ അർസിലും കുർസിലും ലൗഹിലും മഹ്ഫൂദിലും ഖലമിലും ബൈത്തുൽ ഉസ്സയിലും എഴുതിയ നാമമാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ എഴുതി. പിന്നെ മുത്തുനബി ഒന്നും പറഞ്ഞില്ല. കണ്ട, നബി മൗനം സമ്മതിക്കുക. പക്ഷെ റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, അബൂബക്കറെ, ഇതിൽ മൂന്നാമത്തെ ഒരു പേര് കാണുന്നല്ലോ, അതാരെഴുതാൻ പറഞ്ഞതാ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, മൂന്നാമത്തെ പേരുണ്ടാകില്ല. ഉണ്ട് അബൂബക്കറേ. ഇല്ല നബിയേ, ഞാൻ എഴുതിച്ചിട്ടില്ല. കലിമയല്ലാതെ അതിന്റെ താഴെ റിസാലത്തിന്റെ വാക്കൽ ഞാൻ നബിയുടെ പേരല്ലാതെ മറ്റൊന്നും ഞാൻ എഴുതിയിട്ടില്ല റസൂലേ. മുത്തുനബി മോതിരമൂരി അബൂബക്കർ ബിൻ അബീ ഖുഹാഫയുടെ കയ്യിൽ കൊടുത്തപ്പോ അബൂബക്കർ തങ്ങളുടെ മുഖമതാ ഭയം കൊണ്ട് ചെമന്നു, കണ്ണങ്ങ് നിറഞ്ഞു, ചുണ്ടങ്ങ് വിതുമ്പി. കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി കരഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങളെ ഞെലടിച്ചു പറയുകയാണ്, റസൂലേ, എനിക്കറിയില്ല നബിയേ, ഞാൻ കണ്ടിട്ടില്ല നബിയേ, ഞാൻ എഴുതിച്ചിട്ടില്ല നബിയേ. നിങ്ങളല്ലേ അബൂബക്കറെ എഴുതാൻ കൊണ്ടുപോയത്? അതേ നബിയേ, ഞാൻ അങ്ങയുടെ കയ്യിൽ തരുന്നതുവരെ എന്റെ ചുണ്ടോട് ചേർത്ത് ചുംബിച്ചു ഈ മോതിരം. അപ്പോഴൊന്നും ഈ പേരില്ല. എന്റെ മാടപ്പള്ളിയിലെ കോട്ടപ്പള്ളിയിലെ മൂമിനെ, ഏതാണാ മൂന്നാമത്തെ പേരെന്നറിയുമോ? ഏതാണാ പേരെന്നറിയുമോ? നിഴലില്ലാത്ത നബിയുടെ നിഴലേ, അബൂബക്കറിന് സിദ്ദീഖ് എന്ന പേരാണ്. മനുഷ്യ മഹാത്മത്തിന്റെ സകല സവിശേഷതകളും സമഞ്ജസമായി സമന്വയിച്ച സായുജ്യ സാരഥ്യമാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ അറേബ്യയിൽ ഒരേഴച്ചെറുക്കനായി ജനിച്ചയാളല്ലേ നബിയേ? അറേബ്യയിൽ ഒരേഴച്ചെറുക്കൻ. എന്നിട്ടെങ്ങനെ അള്ളാന്റെ കലിമയുടെ താഴെ റസൂലുള്ളാന്റെ പേരിന്റെ താഴെ ധൈര്യപൂർവ്വം പാവപ്പെട്ട ഞാൻ എന്റെ പേര് എഴുതുവോ നബിയേ? എനിക്കറിയില്ല. ഉത്തരമില്ലാതെ അബൂബക്കർ തുമ്പവേ, പുണ്യ നബി അത് നോക്കി നിൽക്കവേ, സപ്താകാശ ലോകത്ത് നിന്ന് സാന്ത്വനത്തിന്റെ ചിറകടിയുമായി ഇറങ്ങി വരികയാണ് ഹളറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇറങ്ങി പറഞ്ഞു, റസൂലേ, അബൂബക്കർ പാവമാണ് നബിയേ, അബൂബക്കർ നിരപരാധിയാണ് നബിയേ, ഞാനാണ് ആ പേരെഴുതിയത് റസൂലേ, അങ്ങയുടെ കയ്യിലെ മോതിരം തരവേ. ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് ഞാനാണ് ആ പേരെഴുതിയത്. എന്താ കാരണം എന്നറിയോ? അല്ല എന്നോട് വിളിച്ചു പറഞ്ഞു, ജിബ്രീലേ, അബൂബക്കറിന്റെ കയ്യിലെ മോതിരം വാങ്ങി അതിലറിയാതെ, അബൂബക്കർ അറിയാതെ അബൂബക്കറിന്റെ പേരെഴുത്. എന്താന്നറിയോ? എന്റെ കലിമത്തു തൗഹീദിന്റെ താഴെ എന്റെ ഹബീബായ നബിയുടെ പേര് നബിയുടെ സമ്മതമില്ലാതെ, നബിയുടെ അനുവാദമില്ലാതെ, നബി സലാത്ത് വാർഷികം നടത്താൻ അനുവാദം തന്നിട്ടില്ല. പക്ഷെ അനുവാദമില്ലാതെ നമ്മൾ നടത്തുന്നത് പ്രണയമാണ്. എന്റെ ഹബീബിന്റെ പേരെഴുതാൻ സ്നേഹം കാണിച്ചു അബൂബക്കർ. അതുകൊണ്ട് അബൂബക്കറിന്റെ പേര് നിങ്ങൾ എഴുതൂ എന്ന് അല്ല പറഞ്ഞു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഞാൻ ആ പേരെഴുതിയത് എന്ന് ഹളറത്ത് ജിബ്രീൽ. പുന്നാര നബി വഹി കഴിഞ്ഞ് ജിബ്രീൽ മടങ്ങിയപ്പോ കരഞ്ഞു തളർന്നു നിൽക്കുന്ന, എന്താ കാരണം? അള്ളാന്റെ റസൂലിന്റെ പേരിന്റെ താഴെ പോലും പേരെഴുതാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ചിന്തിക്കാൻ മാത്രം വിനയമുണ്ടായി. ഇപ്പൊ നമ്മൾ ഈ മുസ്തഫ ഷറഫി ഉസ്താദ് കയറിയിരിക്കണ കസേരയിലേക്ക് അദ്ദേഹത്തിന്റെ 10-35ഓളം ശിഷ്യന്മാരുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വലിയ ദർസ. ഒരാൾ ഇവിടെ വന്ന് കയറിയിരിക്കുകയാണ്. അത് അദബ് കേടല്ലേ? ഒരു ഉസ്താദിന്റെ ഒപ്പം കയറിയിരിക്കുന്നത് അദബ് കേടാണ്. അവരിരുന്ന കസേരയിൽ പിന്നീടോ അപ്പോഴോ കയറുന്നതും അദബ് കേടാണ്.
പുണ്യ നബി അബൂബക്കർ തങ്ങൾ ഒരിക്കൽ വരുമ്പോ പറഞ്ഞു, ഒപ്പം ആളുകളുണ്ട്. ചില ആൾക്കാർ റസൂലിനെ കാണാൻ ധൃതിയിൽ മുമ്പിൽ കയറി നടന്നു. അബൂബക്കർ തങ്ങൾ ഇത്തിരി പിന്നിലായപ്പോ പള്ളിയിലിരുന്ന് കണ്ട പുണ്യ നബി പറഞ്ഞു, അബൂബക്കറിന്റെ മുമ്പിൽ കയറല്ലേ, പിന്നിലേക്ക് ഇറങ്ങിക്ക് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. 18 കാര്യങ്ങൾ ദാരിദ്ര്യം ഉണ്ടാക്കും. നമ്മുടെ വിഷയമല്ല, ഇടയ്ക്കൊന്ന് ആടിയ ദാരിദ്ര്യം ഉണ്ടാക്കും. അതിലൊന്ന് അമാമൽ മശായിഖ് ഔ കമാ ഖാല റസൂലുള്ളാഹി, ഉസ്താദുമാരുടെ മുമ്പിൽ കയറി നടക്കലാണ് ദാരിദ്ര്യം. മുമ്പിൽ കയറി നടക്കരുത്. അവർ കയറി കസാരില് അവര് ജീവിതകാലത്തോ അപ്പോഴപ്പോഴൊന്നും കയറാതിരിക്കാനല്ലേ. മുത്തുനബിയുടെ മദീനത്തെ പള്ളിയിലെ മിഹ്റാബില് അവിടെ നിന്ന് അസുഖമായപ്പോ അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ കുറെ കേട്ടത്. അപ്പോ നബി നിന്നുകൊടുത്ത് അവര് നിന്നില്ല. ഒരടി പിന്നാക്കം നിന്നു. കാരണം മുസ്തഫ നബിയുടെ കാലുമുട്ടി കൊടുത്ത് അവിടെ തന്നെ കയറി നിൽക്കാൻ അദബ് പാലിച്ചു. ആര്? അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. ഇപ്പൊ നമ്മള് കോട്ടപ്പള്ളി എന്ന് പോയാല് അല്ല മദീനത്ത് പള്ളിയിൽ പോയിട്ട് എന്താ കാട്ടുന്നത്? നമ്മൾ പലപ്പോഴും കാണണല്ലേ, മൊബൈൽ എടുക്കുക, മെഹ്റാബിന്റെ മുമ്പിൽ ഇടിച്ചു കയറി നിസ്കരിക്കുക. എവിടെ? റസൂലുള്ള കാല് വെച്ചോട് തന്നെ കിട്ടണം. ബർക്കത്ത് ആഗ്രഹിച്ചിട്ട്. അത് സ്നേഹത്തിന്റെ വേറൊരു വേർഷനാണ്. സ്നേഹം പലതരത്തിലാണ്. നമുക്ക് ഒന്നൊന്നിനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റൂല. ചില ആൾക്കാർ റസൂൽ നിന്നോട് തന്നെ നിൽക്കണമെന്ന പ്രണയം കൊണ്ടാകാം. പക്ഷെ ചില ആൾക്കാർ റസൂൽ നിന്നോട് നിൽക്കില്ല. കാരണം എന്താ? അതൊരു പ്രണയമാണ്. അപ്പൊ എന്താ പറയാൻ കാരണം? അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിന്റെ താഴെ ഒരു ഉസ്താദായ നൂറായ ഉസ്താദിന്റെ പേരിന്റെ താഴെ തന്റെ പേര് അനുവാദമില്ലാതെ എഴുതാൻ അബൂബക്കർ തങ്ങൾ മടിച്ചു. മുതഅല്ലിമീങ്ങളെ മാതൃകയാണ്. ചരിത്രമുറങ്ങുന്ന കോട്ടപ്പള്ളിയിലെ നിങ്ങൾ അഭിവന്ദനായ ഉസ്താദിന്റെ കീഴിലാണ് ദർസ് പഠിക്കുന്നത്. നിങ്ങൾ വളരും. ഇവിടുത്തെ ആളുകൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. നിങ്ങൾ വലിയ വലിയ ആലിമീങ്ങളാകും. നിങ്ങൾ ചിറകാർന്ന് ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങുമ്പോ നിങ്ങളെ കൂട്ടിലിട്ട് വളർത്തിയ ആശയത്തെയും സങ്കേതങ്ങളെയും ആ നായകനെയും മറന്നു പോവുകയാണെങ്കിൽ അതാണ് കുരുത്തക്കേട്. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. മുത്തുനബി അബൂബക്കർ തങ്ങളെ ചേർത്ത് പിടിച്ചു. അപ്പോഴും അബൂബക്കർ തങ്ങൾ കരച്ചു നിർത്തിയിട്ടില്ല. വഹി വന്നത് നബിക്കാണ്. അബൂബക്കറേ, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനു പകരം തരാ ദുനിയാവിൽ മുഹമ്മദിന് കഴിയില്ല. അബൂബക്കറേ, ആഖിറത്തിൽ അല്ലാഹുവിന് മാത്രമാണ് നിങ്ങളുടെ പ്രണയത്തിന് പകരം തരാ കഴിയൂ. അബൂബക്കറേ, മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള 1,24,000 സംതിങ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ മഹാത്മത്തിൽ തൊട്ട ഉടനെ നിൽക്കുന്നത് അബൂബക്കർ തങ്ങളാണ്. ആദം നബിയുടെ അനുയായികളിൽ മഹാന്മാരുണ്ട്. നൂഹ് നബിയുടെ അനുയായികളിൽ മഹാന്മാരും ഔലിയാക്കന്മാരും കുതുബീങ്ങളും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ മനുഷ്യവംശത്തിൽ പ്രവാചകന്മാർ കഴിഞ്ഞ അടുത്ത സ്റ്റേജിൽ നിൽക്കുന്ന ആളാരാണ്? പറയാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതെന്തുകൊണ്ടാണ്? അബൂബക്കർ തങ്ങളുടെ ഇൽമു കൊണ്ടാണോ? അങ്ങനെയല്ല. അബൂബക്കർ തങ്ങളെക്കാൾ ജ്ഞാനമുള്ള ആളാണ് അലിയുൽ മുർത്തള. അന്ന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. അബൂബക്കർ തങ്ങളെക്കാൾ ഇസ്ലാമിന് സംഭാവന ചെയ്ത ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതുമല്ല, അബൂബക്കർ തങ്ങളാണ് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്തത്. അത് ആയിരിക്കണമെന്നില്ല. അബൂബക്കർ തങ്ങളുടെ ഏറ്റവും വലിയ മഹത്തായ ആത്മീയ ജ്ഞാനികൾ പറഞ്ഞത് അള്ളാന്റെ റസൂലിനെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അബൂബക്കറാണ്. ബാക്കിയുള്ളവർ സ്നേഹിച്ചില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ. അതാണ് ഈ സലാത്തിന്റെ ഒക്കെ പുണ്യ മുഅ്മിനീങ്ങളെ. വെറും ഇബാദത്ത് ചെയ്യുക സ്വർഗത്ത് കടക്കുക എന്നുള്ളതല്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ പിന്നെ എന്ത് സ്വർഗം ഹബീബേ? അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ മഹാനാകാൻ കാരണം. മുത്തുനബിയെ ഇത്രയേറെ സ്നേഹിച്ച ഒരാളില്ല ഹബീബിങ്ങളെ, ഇല്ല. അപ്പോ ഈ മോതിരം മുത്തുനബി പിടിച്ചു ചുംബിച്ചു. വേണ്ട, അവിടത്തെ നാമത്തിന് കാണിച്ച മഹത്വം ഒന്നുകൂടി ഞാൻ പറയാം.
20 മിനിറ്റ് ഉണ്ട്. ഒന്നുകൂടി പറയാം. മൂസാ നബിക്ക് അള്ളാഹു വഴി കൊടുത്തോണ്ട് പറഞ്ഞു, മൂസാ നബി കോട്ടപ്പള്ളിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവിടെ അയാളുടെ മയ്യത്ത് കോട്ടപ്പള്ളിയിൽ അങ്ങനെ നാവും അങ്ങനെ പറഞ്ഞു നാളെ പ്രസംഗിക്കുമ്പോൾ തന്നെ വരും. അയാളുടെ മയ്യത്ത് മറവ് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് പോയി മറയണം എന്ന് പറഞ്ഞു. മൂസാ നബി ആ നാട്ടിലെത്തി, ആ കറിയയിലെത്തി. ആളുകളോട് ചോദിച്ചു, ഇവിടെ ആരാ മരിച്ചേ? അവർ ഇവിടെ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. മൂസാ നബിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാ. അള്ളാഹു പറഞ്ഞു മരിച്ചു എന്ന്, നിങ്ങൾ പറയുന്നു മരിച്ചിട്ടില്ല. ആരാ മരിച്ച? അപ്പൊ അവര് പറഞ്ഞു, ഓ മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളന്ന് നേരത്തെ പറഞ്ഞു മരിച്ചില്ല. അത് നബിയെ, നിങ്ങളൊക്കെ വന്ന് അന്വേഷിക്കാൻ മാത്രം വലിയൊരു മനുഷ്യൻ ഇവിടെ മരിച്ചിട്ടില്ല. അപ്പൊ അതായത് നമ്മുടെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഈ കോട്ടപ്പള്ളി വന്നിട്ട് ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന്, ഒരു പാവപ്പെട്ട അന്ന് ചോദിക്കുക, ഇവിടെ ആരാ മരിച്ചു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നവരോട് ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ. കാരണം മുഖർജി വന്ന് അന്വേഷിക്കാൻ മാത്രം ക്വാളിറ്റിയുള്ള ഒരാൾ മരിച്ചിട്ടുണ്ടാവില്ല. ഈ ചാവക്കാടുത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എങ്ങനെ നിനക്കറിയില്ല. അവിടെ പണക്കാർ മരിച്ചാൽ കമ്മിറ്റിക്കാരും നാട്ടുകാരൊക്കെ സുതി മുതൽ അവിടെ എത്തിക്കാൻ അവന് എത്തിച്ചിരിക്കും. അവിടെ പെട്ടി പിടിക്കാനും കുന്തിരിക്കം വാങ്ങാനും മയത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകാനും അങ്ങനെ അഭിപ്രായം പറഞ്ഞ് കൊളാക്കാനും എല്ലാവരും ഉണ്ടാവും. ഒരു പാവപ്പെട്ടവൻ മരിച്ചാൽ ഒരു 10-20 ആൾക്കാരുണ്ടാവും. ഒരു മിനി ഗൾഫാണല്ലോ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, വന്നതുപോലെ തിരിച്ചു പോകണം, അവിടുത്തെ കാര്യമാണ്. എന്നതുമാതിരി ഈ നാട്ടുകാർ പറഞ്ഞു ഇവിടെ മരിച്ചിട്ടൊന്നുമില്ല. മൂസാ നബി ദേഷ്യപ്പെട്ട പറഞ്ഞു ഒരാൾ മരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് എവിടെ മയ്യത്ത്? ഞങ്ങൾ ആ മയ്യത്ത് മറവ് ചെയ്തിട്ടില്ല പ്രവാചക, ഞങ്ങളത് മറവ് ചെയ്തിട്ടില്ല നബിയേ. അയാൾ തമ്മാടിയാണ്, അയാൾ മോശക്കാരനാണ് റസൂലേ നബിയേ. നമ്മുടെ സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി തങ്ങളെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അധികം ദീപിക്കണില്ല. 10 മിനിറ്റ് പറയല്ലേ? അല്ലേ പൊരുത്തല്ലേ? നിങ്ങൾക്ക് പൊരുത്തല്ലേ? എന്നവന് സുബിയറെന്ന് പറഞ്ഞാലോ? ഓ എൻ്റെ മാണിക്ക കല്യാളെ 100 പറഞ്ഞൊരു നമ്പറിൽ വിളിക്കും നിങ്ങൾ, ആംബുലൻസ് വരും. നിങ്ങളെ കൊണ്ടാകാനല്ല എന്നെ കൊണ്ടാകും. അവൻ 10 മിനിറ്റ് പറഞ്ഞു നിർത്താം. അപ്പൊ ഈ മനുഷ്യൻ മഹാത്തമ്മാടി അത്രട്ട. ഇയാളുടെ മയ്യത്ത് വിളിപ്പിക്കാനും അല്ല മറയ്യാനാണ് ആര് വന്നിട്ട് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അയാളെ ഞങ്ങൾ മറവ് ചെയ്യില്ല നബിയേ, അയാൾ നിന്യനായി പോകട്ടെ, പട്ടികൾ കടിച്ചു വലിക്കട്ടെ. ആ മയ്യത്തിന്റെ സമീപം കലീമുള്ള ചെന്നപ്പോ തെരുവ് പട്ടികൾ കടിച്ചു വലിക്കാൻ നിൽക്കുകയാണ്. അതിനെടുത്ത് കുളിപ്പിച്ചു മറവ് ചെയ്തു. മടങ്ങവേ നാട്ടുകാര് ചോദിച്ചു, നബിയെ അങ്ങ് കലീമുള്ള എന്ന ഡെസിഗ്നേഷനുള്ള പ്രവാചകനാണ്, അള്ളാന്റെ വചനപ്പൊരുളെന്ന സ്ഥാനപ്പേരുള്ള പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. 5 പ്രവാചകന്മാര് ഉലുൽ അസ്മാ, അതിലൊരാളാണ് കലീമുല്ലാഹി മൂസ. തൂർ സീനായുടെ ഉച്ചയിൽ നൂറാനിയത്തിന്റെ പ്രകാശജ്വാലയെ കൊതിയോടെ കാത്തുനിന്ന നായകൻ. ഇങ്ങനെ ഓരോ മഹത്തുണ്ടായിട്ട് നിങ്ങളൊരു തെമ്മാടിയെ കുളിപ്പിക്കാൻ വന്നല്ലോ. അപ്പൊ മൂസാ നബിക്കും കൺഫ്യൂഷനായി. ശരി തന്നെയാണല്ലോ, എന്താ പടച്ച എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ആ സംശയം പ്രാർത്ഥനയായപ്പോ ഇറങ്ങി വന്നു ജിബ്രീൽ. വന്നു പറഞ്ഞു, നബിയെ സംശയിക്കണ്ട നബിയെ, അയാള് നരകത്തിൽ തന്നെയാണ്. ആദ്യം സന്തോഷിച്ച നിങ്ങളുടെ മുഖത്തൊരു ടെൻഷനായി. നരകത്തിലാണ്ട് പോകും, തെറ്റീതാ, അതെന്താ ചിരിപ്പിക്കാതെ മാത്രം നടന്നാൽ മതിയോ? പക്ഷെ നബിയെ അയാൾക്കൊരു യോഗ്യതയുണ്ട്, അതാണ് എന്റെ വിഷയം. അയാൾക്ക് ഇബാദത്തില്ല, തെമ്മാടിത്തം ചെയ്തതുകൊണ്ട് നരകമാണ്. പക്ഷെ ഒരു പ്രവാചകന്റെ തിരുകരങ്ങളിൽ അയാളെ ഉദയക്രിയ ചെയ്യേണ്ടി വന്നത്. അയാൾ തോറ എന്ന വേദഗ്രന്ഥം ചിലപ്പോ വായിക്കാറുണ്ട്. മൂസാ നബിയുടെ വേദമാണ് തൗറാത്ത്. അത് വായിക്കുമ്പോ ഹബീബിങ്ങളെ അതിൽ മൂസാ നബിയോട് ജിബ്രീൽ പറയും, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നബിയെ, നിങ്ങളുടെ ശേഷം വരാനിരിക്കുന്നൊരു പ്രവാചകനുണ്ട്, ഹബീബുല്ലാഹ് എന്ന ഡെസിഗ്നേഷനുള്ള മുഹമ്മദ് മുസ്തഫ. തൗറാത്തിൽ മുത്തനബിയുടെ പേരുണ്ട്, ഇഞ്ചീലും സബൂറിലൊക്കെ ഉണ്ട്. ആ പേര് കാണുമ്പോ ഈ മഹാത്തമ്മാടി ഖബ്ബലഹു അതങ്ങ് ചുംബിക്കും. ആ പേരിനോടൊരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യണം, ഒരു അറ്റാച്ച്മെന്റ്. ഇയാൾക്ക് ഇത് മുഹമ്മദ് നബി ആരാണോ അവിടത്തെ മഹാത്മ്യം എന്താണെന്നൊന്നും അറിയില്ല. ആ പേരിനോടൊരു പ്രത്യേക ഇംപ്രഷൻ അയാൾക്കുണ്ടായി.
അപ്പൊ അതുകൊണ്ട് ചുംബിക്കും. വസല്ലമ അലൈഹി, ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാറുണ്ട്. ഈ ഒരൊറ്റ യോഗ്യതയുടെ പേരിൽ അള്ളാഹു അയാളെ ദുനിയാവിൽ നിന്നൊരു മനുഷ്യനെ കൊണ്ട്, ഒരു പ്രവാചകനെ കൊണ്ട് മറവ് ചെയ്യിപ്പിച്ചു നബിയെ. അതാണ് രഹസ്യമെന്ന് ജിബ്രീൽ. അതാണ് മുഹമ്മദീയ നാമധേയത്തിന്റെ മഹാത്മ്യം. സ്വലാത്ത് ആര് എല്ലാവരും രക്ഷപ്പെടും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ഉദാഹരണം പറയാൻ ഇതൊരു വയലിന് സസ്തായിട്ട് പറയില്ല. ആഹാരം സലാത്ത് മജ്‌ലിസ് നടത്തിയാലും രക്ഷപ്പെടും. സലാത്തിന് ഭയങ്കര പുണ്യാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്‌ലിസായിട്ട് അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകും. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. പക്ഷെ ചിലർക്ക് ദുനിയാവിൽ മാത്രം കിട്ടി അവസാനിപ്പിക്കും. ഇൻകം കൂടുമ്പോൾ ദുനിയാവ് മാത്രമാവും ലക്ഷ്യം. പക്ഷെ ദുനിയാവും കൊടുക്കും സലാത്ത്. അതാണ് കുഴപ്പം. സലാത്ത് ദുനിയാവും കൊടുക്കും. അതാണ് ദുനിയാവിൽ ഇയാൾക്ക് അള്ളാഹു ഒരു നിങ്ങൾ മനസ്സിലാകണില്ലേ? ഒരു പ്രവാചകന്റെ കരങ്ങളാൽ മറവ് ചെയ്യിപ്പിച്ചു അള്ളാഹു. ആഖിറത്തിൽ അയാൾക്ക് ഒന്നുമില്ല. കാരണം അയാൾ തെറ്റിയത ആളാണ്. അപ്പോൾ നന്മ ചെയ്യുന്ന നമ്മൾ സലാത്തും കൂടി ചൊല്ലിയാലോ? ഞാൻ പറയുന്നത് ഈമാന്റെ മധുരം കിട്ട അള്ളാഹു റസൂലിനെ സ്നേഹിക്കണം എന്ന് പറയാൻ അവിടുത്തെ നാമത്തിന്റെ പോലും മഹത്വം പറയാം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ യാത്രയാവുകയാണ്. നിങ്ങളെ ഒറ്റേറെ വയലിൽ കേട്ടിട്ടുണ്ടാവും. ഈ സുബീസ്കാരം കഴിഞ്ഞിട്ട് ഒരു സഹാബി വരെയാണ്, അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു. നേരത്തെ പോയപ്പോ നബി എന്താന്ന് ചോദിച്ചു, കഥ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? ഞാനതിന്റെ 2ാം വേർഷനാണ് പറയുന്നത്. ഈ സഹാബി 2-3 തവണ അങ്ങനെ പോയപ്പോ റളിയല്ലാഹു അൻഹു മുത്തുനബി ചോദിച്ചില്ലേ, അബൂ ദുജാന എന്തുട്ടങ്ങനെ ദ്വയരക്കാതെ പോകുന്നു? നമ്മുടെ ചാവക്കാടൊക്കെ സുബീസ്കാരൻ അസ്സലാമു അലൈക്കും വലൈക്കും സലാം എന്ന് പറയലും മൊബൈൽ എടുക്കലും ഒറ്റ പോക്ക. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ ഒന്നും ഉണ്ടാവില്ലോ. പിന്നെ പണ്ടൊക്കെ ആലമുസലാത്താണ് ഇങ്ങനെ തുറക്കുക നിസ്കാരം കഴിഞ്ഞാൽ. ഇപ്പൊ എല്ലാവരും സലാം വീട്ടിയപ്പോ മൊബൈൽ എടുത്തു വാട്സപ്പിൽ ഇപ്പൊ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ നോക്ക്. ഇങ്ങനെ മാന്ത് തന്നെ മനുഷ്യന്റെ പണി ഇപ്പൊ അതാണ്. അപ്പൊ അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനത് ഇങ്ങനെ നീട്ടി പറയണില്ല, എന്റെ വീടിന്റെ സമീപത്ത് ഒരു പന നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഒരു ഈത്തപ്പനയിൽ പഴം ചാടിയിട്ട് എന്റെ കുട്ടികളെ എടുത്ത് തിന്നുകയാണ്. ഒരു ദിവസം ഞാൻ നേരം വൈകി തസ്ബീഹും ദുആയും ഇശ്റാഖ് നിസ്കാരം കഴിഞ്ഞു പോയപ്പോൾ ഇങ്ങനെ ശാപ്പാട് കഴിക്കുക. ഞാൻ അകലെ നിന്ന് പറഞ്ഞു, മക്കളെ അന്യവന്റെ ഹറാമാ കഴിക്കല്ലേ. എന്റെ മൂത്ത മകൻ പുറത്താഴെ കിട്ടും. ചെറിയ കുട്ടി കഴിക്കുകയാണ് നബിയെ. ഞാൻ അവന്റെ വായിലേക്ക് വിരൽ കടത്തിയിട്ട് താഴോട്ട് വലിച്ചിട്ടു നബിയെ. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയെ. ദാരിദ്ര്യമാണ്, പട്ടിണിയാണ് നബിയെ. അതുകൊണ്ട് സലാം വീട്ടിയ ഓടുകയാണ്. മക്കൾ ഉണരുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് ഈ ഈത്തപ്പഴം അപ്പുറത്തേക്ക് ഇടാനാണ്. അപ്പുറത്തെ അയൽവാസി ജൂതനല്ല. അങ്ങനെയാണ് പ്രഭാഷകന്മാര് പറയാറുള്ളത്. അയാൾ പിന്നീടാണ് ജൂതനായത്. ഇപ്പൊ മുസ്ലിമാ. മുനാഫിഖ് മുസ്ലിമാ. ഞാനൊരു പോയിന്റിൽ നിങ്ങളെ എത്തിക്കാം. മുനാഫിക്കായ മുസ്ലിം പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ ആരാ? അബൂ ദുജാനല്ല കേട്ടോ, അയൽക്കാരൻ, ഈത്തപ്പനയുടെ ഉടമസ്ഥ. മുത്തുനബിയുടെ തൊട്ട പിന്നിൽ നിസ്കരിക്കാൻ കൈയെട്ടിയ മഹാന്മാരാണ് ഇവര്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, സലാത്ത് വേണ്ട, മജ്‌ലിസ് വേണ്ട, സിയാറത്ത് വേണ്ട, നിസ്കരിച്ചാ മതി, നോമ്പ് വറ്റാ മതി പറഞ്ഞ മഹാന്മാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തരം മഹാന്മാര്. കാരണം അവസാനം ആലോചിച്ചിട്ടുള്ളത് സന്തോഷമാണ്. മുഅ്മിനീങ്ങൾ ഇത് റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയുടെ നബിയുടെ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, മാനറിസങ്ങൾ അതേപോലെ പകർത്തിയ കുറെ ആൾക്കാർ മുനാഫിക്കീങ്ങൾ എന്നാണ് ചരിത്രത്തിൽ ചിലരെ വിളിച്ചത്. അത്തരത്തിലൊരാളാണ് അബൂ ദുജാനയുടെ സമീപത്തുള്ള ഈ പനയുടെ ഉടമസ്ഥൻ. റസൂലുള്ളാഹി അദ്ദേഹത്തെ വിളിച്ചു മദീനത്തെ പള്ളിയിൽ. ഹബീബ് ചോദിച്ചു, സഹോദരാ, നിങ്ങൾ ആ പന അബൂ ദുജാനക്ക് കൊടുക്കുമോ? ആ തെങ്ങ് പന അബൂ ദുജാനക്ക് ഹദിയ കൊടുക്കുമോ? എങ്കിൽ സ്വർഗത്തിൽ ഒരു പന ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ്. കണ്ട, അയാൾ ജൂതനാണെങ്കിൽ സ്വർഗത്തിൽ പന തരാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അയാൾ മുസ്ലിമാണ്, മുനാഫിഖാണ്. മുഅ്മിനീങ്ങളെ, ഇവിടെ ഈ പോഡിയത്തിന്റെ പിന്നിൽ ഇപ്പോ പ്രസംഗിക്കുന്നത് റസൂലാണ്. നിങ്ങൾ വെറുതെ സങ്കല്പിക്കും. ഞങ്ങോട്ട് മാറാം, എന്റെ രൂപത്തിലൊന്നല്ല റസൂൽ. റസൂൽ പറയാണ്, നിങ്ങൾ ഈ മജ്‌ലിസിന് വേണ്ടി ഒരു തെങ്ങ് തരുമോന്ന്. നിങ്ങൾ എന്താ മറുപടി പറയാം? പേടിക്കൊന്നും വേണ്ട, തെങ്ങ് പിരിക്കാനല്ല. നിങ്ങൾ എന്താ മറുപടി പറയാം? സമയം അധികമല്ല, തങ്ങൾ വന്നിരിക്കുകയാണ്, പറയും. എന്താ മറുപടി പറയാം? റസൂല് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നമുക്ക് മറുപടി പറയാൻ തന്നെ സംശയമാണ്. കാരണം ഒരു തെങ്ങ് അങ്ങോട്ട് പോവല്ലേ. എന്നിട്ട് ഭയങ്കര പ്രവാചക സ്നേഹിയാണ്. റബീഉൽ അവ്വലിന് ജാഥ, നെയ്ച്ചോറ്, മുട്ടായി, ഇതന്നെയാണ് നമ്മുടെ പ്രവാചക സ്നേഹം. മുഅ്മിനീങ്ങളെ, ഒരു തെങ്ങ് തരാന്ന് നമ്മൾ പറയാ.
റസൂൽ എന്റെ തോട്ടം നിങ്ങൾ ഇന്നാണ് ഈ കാണുന്നത്, അതാണ് ഈ കുഴപ്പം. ഇന്നെ മാറ്റിയിട്ട് റസൂലിനെ കാണിയെന്ന് റസൂൽ ചോദിച്ചങ്ങള് ഒരു തെങ്ങൊക്കെ പറയും. ഒരു തോട്ടം മൊത്തെടുത്തോളി നബി എന്ന് പറയില്ലേ? സംശയമാണ് ഇപ്പോഴും. നമുക്ക് ഈമാന്റെ മധുരം കിട്ടിയിട്ടില്ല ഉമ്മനികളെ, സത്യമായിട്ടത്. ഞാനൊരു സദസ്സിൽ ചോദിച്ചപ്പോൾ ഒരു പാവം കാക്കായാലും തെങ്ങുതോട്ടൊന്നും ഇല്ലാത്ത കസേരന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് ഞാൻ തരൂ റസൂലേ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഞെട്ടി. അയാൾക്ക് തെങ്ങും തോട്ടമൊന്നുമില്ല. കാരണം അയാൾ ഭയങ്കര പ്രവാചക സ്നേഹിയാണ് എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. മാഷാ അല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നിങ്ങളല്ല എന്നല്ലട്ട, നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും പിരിവിന് കുറേ ടെക്നിക്സ് ഉണ്ട്, അതിന് ശേഷം ഒരു പിരിവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും കരുതണ്ട പ്ലീസ്. പിരിവ് നിങ്ങൾ ഇത്ര നേരം കേട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ തരണം, അത് വേറെ കാര്യം. പക്ഷേ ഈ സ്വർഗത്തിലൊരു പന തരാന്നാണ് ഓഫർ. ഇയാള് പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, തരില്ല നബിയേ. ആരംഭ പൂമാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന പുണ്യനബിയുടെ പിന്നിൽ നിസ്കരിച്ചിട്ട് പോലും റസൂലുള്ളാഹിനോട് ഖൽബില് പ്രണയമില്ല, തരില്ലെന്ന് പറഞ്ഞപ്പോ പുണ്യനബി പറഞ്ഞു, പൊയ്ക്കോളൂ സഹോദരാ. അയാൾ ഇറങ്ങിപ്പോയി. വാർത്ത മദീനയിൽ പരന്നു. ആദരവായ നബി സ്വർഗത്തിൽ ഒരു പന ഓഫർ ചെയ്തിട്ട് ആ സഹോദരൻ പന കൊടുത്തില്ല. ഇതാ ഓടി വരുന്നു ലെജൻഡ് ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി, മഹാനായ സയ്യിദുനാ അബൂ ദഹ്ദാ ഓടി വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ നിങ്ങൾ ഓഫർ തന്നോ? ഓഫർ പറഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് പറഞ്ഞത് സത്യമാണോ നബിയേ? മദീനയിൽ അങ്ങനെ കേൾക്കുന്നു നബിയേ. പുണ്യനബി പറഞ്ഞു, അതെ അബൂ ദഹ്ദാ. അബൂ ദഹ്ദാ പിന്നെ നിന്നില്ല, ഓടുകയാണ്. ഐഡിയയുടെ സിമ്മില് മെസ്സേജ് വന്നു, ഇതാ ഒരു ഓഫർ നിങ്ങൾക്ക്, ഇന്ന് കയറ്റിയവർക്ക് 315 രൂപ ഫ്രീയാ എന്ന് പറഞ്ഞ ഓടില്ലേ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സ്വർഗത്തിലെ പനയാ. ഇത് പനയോടുള്ള കൊതി കൊണ്ടല്ല, സ്വർഗത്തിൽ പന തരാമെന്ന് പറഞ്ഞ സ്വർഗം തരാം എന്നല്ലേ ഹബീബേ. അല്ലാതെ ഇയാൾ നരകത്ത് പോയി സ്വർഗത്തിൽ ഒരു പനയുണ്ടായിട്ടെന്ത് കാര്യമാ? സ്വർഗം തരുമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അബൂ ദഹ്ദാ ഓടി എങ്ങോട്ട്? ആ മുനാഫിഖായ മുസ്ലിമിന്റെ സമീപത്ത്. എന്നിട്ട് പറഞ്ഞു, സഹോദരാ നിങ്ങൾ ആ പന കച്ചവടം ചെയ്യുമോ? ഞാൻ അതിനാണ് വന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, എന്തു വില തരും? ആ നമുക്ക് ആക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ള സ്വർഗത്ത് പന തരാറിഞ്ഞപ്പോ തരില്ല. ദുനിയാവിൽ കച്ചവടം ചെയ്യാ എന്താ തരിക? ഇതാണ് ദുനിയാവിനോടുള്ള പൊതു. അപ്പൊ അബൂ ദഹ്ദാ പറഞ്ഞു, ഹബീബേ, അബൂ ദഹ്ദാ പറയുകയാണ്, എന്റെ തോട്ടമില്ലേ, ആ തോട്ടം മൊത്തം തരാം. അപ്പൊ അയാൾ ചോദിച്ചു, അബൂ ദഹ്ദാ ഇൻത മജ്നൂൻ, നീ ഭ്രാന്തനാണോ? അറബി പ്രൊനൗൺസിയേഷനാണ് ഞാൻ പ്രയോഗിച്ചത്. നമ്മുടെ മദ്രസയിലെ അന്ത മജ്നൂൻ എന്നാണ് പറയട്ടെ, ഞാൻ തെറ്റി പറഞ്ഞതൊന്നുമില്ല. മുസ്തഫ ഷരീഫ് സാഹിബിന്റെ അജ്നു ഇംഗ്ലീഷ് അറബിയൊക്കെ ഫ്ലുവന്റ് ആണ് ആൾക്ക്. നീ ഭ്രാന്തനാണ്. കാരണം ഒരു തോട്ടം മൊത്തം തരാന്നാ പറയണത്. ആ തോട്ടം ചരിത്രത്തിൽ അറിയപ്പെട്ട തോട്ടമാ. മദീനയിലെ അസർ നിസ്കാരം കഴിഞ്ഞ് സഹാബത്ത് തണുപ്പും ശീതളിമയും തേടി വെള്ളമൊഴുകുന്ന കളാകളാരവം കളകൂജനം നടത്തുന്ന കിളികൾ പറന്നു നടക്കുന്ന പൂത്ത് കാഴ്ച തുടുത്തു നിൽക്കുന്ന 100 കണക്കിന് പനകളുള്ള തോട്ടമാണ്. വിലപിടിച്ച തോട്ടമാ. അത് മൊത്തം തരാം. ഈ ഒരു പനക്ക് പകരം കച്ചവടം ചെയ്തു. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ അബൂ ദഹ്ദാക്ക് ഈ തോട്ടം മൊത്തം ആ പാവപ്പെട്ട അബൂ ദുജാനക്ക് കൊടുത്താ പോരെ? എന്തിനപ്പോ ഈ പനക്ക് വേണ്ടി ആ തോട്ടം കൊടുക്കണത്? അല്ലേ? സംശയല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പോവാണ്. സംശയം ഉണ്ടോ? ഇല്ലല്ലേ? എന്നാ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ പറയാം, എന്താ ഈ തോട്ടം മൊത്തം ആ പാവപ്പെട്ട അബൂ ദുജാനക്ക് കൊടുത്തവർ എന്തിനപ്പോ ഈ പന എങ്ങനെ വാങ്ങി കൊടുക്കണമെന്ന് നിങ്ങൾ പറയും. അടുത്തെത്തുന്നുണ്ട്. പറഞ്ഞോളൂ. നമ്മുടെ വിഷയമാണ്. പറയേ. റസൂലുള്ള ഇഷ്ടപ്പെട്ട പനയാണ്. റസൂലുള്ള ചോദിച്ച പനയാണ്. റസൂലുള്ള ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെടുക.
റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതിന് ഇഷ്ടപ്പെടുക, അതാണ് പ്രണയം. ഒരു കാമുകൻ ഒരു കാമുകയെ സ്നേഹിച്ച കാമുകൻ ഈ മൊബൈലാ ഫോണിച്ച കാമുകിക്ക് ഈ ഫോൺ തന്നെ ഇഷ്ടം വരണം. ഇയാള് സാംസങ്ങും മറ്റാള് മോട്ടോറോളയാകാൻ പാടില്ല. അപ്പൊ വലിയ സ്നേഹമില്ല എന്നതിന്റെ അർത്ഥം. സത്യം. നമ്മൾ ദുനിയാവിൽ സ്നേഹിച്ചിട്ടില്ല, അതാണ് കുഴപ്പം. നമ്മൾ സ്നേഹിക്കണം എന്താ, വാട്സപ്പിൽ ഹായ് ഹുയ് എന്ന് പറഞ്ഞ സ്നേഹമുള്ളൂ. അതൊക്കെ ഉമ്മമാരെ പറ്റിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഹായ് അയക്കുമ്പോൾ ഇവനെ 6 പെണ്ണുങ്ങൾക്ക് അതേ മെസ്സേജ് അതേ സമയം ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ്ട് ഇറങ്ങിപ്പോവുക എന്നെ മുബീനയും പാത്തുമ്മയും ഒക്കെ. ഞാനതൊന്നും വഴുതിൽ പറയാത്ത ഒരാളെന്ന് നിലക്ക് ഞാൻ പറയണില്ല. മുബീന കൊയിലാണ്ടിയിലെ പാവപ്പ വീട്ടിലുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എന്തെങ്കിലും ആമി പറഞ്ഞു. ഓൾ ഓടിപ്പോയി കല്യാണത്തിന്റെ അന്ന് തന്നെ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റാൾക്ക് മതിയായി. അപ്പൊ ആള് തിരിച്ചു വന്നു, കുഴപ്പമൊന്നുമില്ല. എന്താണ് സമുദായത്തിന്റെ അവസ്ഥയാണല്ലോ. ഉമ്മമാര് ശ്രദ്ധിച്ചോളി. ഞാൻ പിന്നെ അതൊന്നും വയലിൽ പറയാറില്ലാത്തതുകൊണ്ട്, അത് പറയാൻ വേറെ ആൾക്കാരില്ലത് കൊണ്ട് ഞാൻ പറയണില്ല. ഹബീബിങ്ങളെ കച്ചവടം ചെയ്തിട്ട് അബൂദഹദ ഓടി മദീനത്തെ പള്ളിയിൽ പുണ്യനബിയുടെ അരികിലെത്തി. പുണ്യനബി ചിരിക്കുകയാണ്. എന്തായിരിക്കും അപ്പത്തെ ചിരിയിലെ? നബി ഇത് മുമ്പേ അറിഞ്ഞു. കച്ചവടം വഹിയിലൂടെ ഹോട്ട്മൈലിലൂടെ അറിഞ്ഞു. പുത്തുനബി ചിരിക്കുകയാണ്. ഹിമകണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ ആ ചിരിയുടെ മനോഹരിത വരില്ല. പതിരാവിൽ പതിവിരിയുന്ന പരിജാത പൂ പോലെ പുഞ്ചിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ബലാ യാ റസൂലല്ലാഹ്. അബൂദഹദ വന്നിട്ട് പറയാണ്, നബിയെ കച്ചവടം ചെയ്തു നബിയെ. അതിന്റെ മുമ്പേ റസൂലുള്ളാഹിന്റെ അടുത്തെത്തുന്നതിന്റെ മുമ്പേ അബൂദഹദ റളിയല്ലാഹു അൻഹു അബൂ ദുജാനയുടെ അടുത്ത് പോയിട്ട് ഈ പന വാങ്ങിയ വിവരം പറയുകയും ഈ പന നിങ്ങൾക്ക് തന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ പന വാങ്ങിയിട്ട് ആൾക്ക് കൊടുത്തിട്ടുണ്ട് ആ സഹാബിക്ക്. എന്നിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുത്ത്. പുണ്യനബി ചിരിച്ചു. അബൂദഹദ പറഞ്ഞു, നബിയേ സ്വർഗത്തിലെ പന ഇപ്പൊ എനിക്കല്ലേ നബിയേ, ആ ഓഫർ ഇപ്പോഴും ഇല്ലേ? പുണ്യനബി മിണ്ടുന്നില്ല. അബൂദഹദക്ക് ടെൻഷനായി. രണ്ടാമതും ചോദിച്ചു, നബിയേ ആ പന എനിക്കെന്നല്ലേ? പുണ്യനബി മിണ്ടുന്നില്ല. അബൂദുജാനയുടെ ചുണ്ടുവിതുമ്പി, അബൂദഹദയുടെ ചുണ്ടുവിതുമ്പി. മൂന്നാമതും ചോദിച്ചു, യാ റസൂലല്ലാഹ് അങ്ങല്ലേ പറഞ്ഞത് സ്വർഗത്തിൽ ഒരു പനയുണ്ടെന്ന്? പുണ്യനബി ആ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അബൂദഹദ വിങ്ങിപ്പോയി. തന്റെ തോട്ടം പോയ സങ്കടത്തിലല്ല, മുത്തുനബി ഓഫർ നൽകിയ സ്വർഗത്തിലെ പന നഷ്ടമായോ എന്ന സങ്കടത്തിൽ വിതുമ്പുവേ. പുണ്യനബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂദഹദ ആ പനയല്ല, നിങ്ങൾക്ക് എന്റെ അടുത്ത് ജിബ്രീൽ വന്നു. ഇപ്പോ ജിബ്രീൽ പറഞ്ഞു, നിങ്ങളുടെ കച്ചവടം അല്ലാഹു കണ്ടിട്ട് നാളെ സ്വർഗത്തിൽ ഒരു താഴ്വാരം മുഴുവൻ ഈത്തപ്പനയുടെ തോട്ടം നിങ്ങൾക്കുണ്ട് അബൂദഹദ. ഖാല റസൂലുള്ളാഹി. ഒരു താഴ്വാരം മുഴുവൻ ഈത്തപ്പനയുടെ തോട്ടം നിങ്ങൾക്കുണ്ട്. കണ്ട അബൂദഹദ ഓടി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക്. ഈ തോട്ടത്തിന്റെ ഉള്ളിലാ വീട്. ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് വിളിച്ചു, യാ ഉമ്മദ്ദഹദ പുറത്തേക്ക് വാ. അന്തങ്ങൾ ഉള്ളിലേക്ക് വരാത്ത? പുറത്തേക്ക് ഇറങ്ങ്, കുട്ടികളെ വിളിക്ക്. എന്ത് കാര്യം പറഞ്ഞു കൊടുത്തു. ഈ തോട്ടം ഇപ്പോൾ നമ്മുടേതല്ല. ഇനി അയാളുടെ അനുവാദമില്ലാതെ അവിടെ താമസിക്കാൻ പറ്റൂല. നമ്മുടെ ഭാര്യമാരാണെങ്കിൽ എന്താ പറയുക നിങ്ങള്? ഓ എന്റെ പണ്ടറ കാല, നിങ്ങളെ തോട്ടം മൊത്തം ഒരു പനക്ക് കൊടുത്തു എന്നാ നമ്മൾ വയ്ക്കും. ഇനി ഭാര്യമാര് വല്ല സ്വർണ്ണോ വളെ ഇവിടെ വയതിന് സംഭാവന ചെയ്തു, നിങ്ങളൊരു1000 റുപ്യ വേറെ അത്. വീട്ടിലെത്തിയപ്പോ ഭാര്യ പറഞ്ഞു, ഇന്നു ഞാൻ എന്റെ വള ഉണ്ടല്ലോ അവിടെ കൊടുത്തിട്ടോ. നിങ്ങളെന്താ പറയാ? ഓ എന്റെ മാണിക്ക കരിങ്കല്ലേ, സ്വർണ്ണ വള നീ കൊടുത്തോ. പക്ഷെ അബൂദഹദയുടെ ഭാര്യ പറഞ്ഞെന്താ അറിയോ? വോ മാഷാ അല്ലാഹ്, ഇതെന്തൊരു കച്ചവടമാ മാണിക്കക്കല്ലേ, നിങ്ങൾ എന്തൊരു ബുദ്ധിമാന. സ്വർഗത്തിലൊരു പനക്ക് നമ്മുടെ തോട്ടം കൊടുക്കാൻ മാത്രം ബുദ്ധി കാണിച്ചില്ലേ? തന്റെ ഭർത്താവിന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് ദാരിദ്ര്യത്തിന്റെ മദീനയിലേക്ക് ഇറങ്ങി നടന്നു. ഉമ്മുദ്ദഹദയും അബൂദഹദയും കുടുംബവും ഇറങ്ങി നടന്നു. കാരണം എന്താ? പരിശുദ്ധ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട ഒന്നിനോടുള്ള അടക്കവയ്യാത്ത പ്രണയമായിരുന്നു. That's a power of love. ഇതാണ് സ്നേഹത്തിന്റെ ശക്തി.
ഇത് കിട്ടിയവർക്ക് ഈ മധുരം കിട്ടിയ പിന്നെ എന്ത് തോട്ടം മോമിനികൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈമാനിന്റെ മധുരം കിട്ടാൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും പ്രണയിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് റസൂലുള്ളാഹിന്റെ ആത്മീയമായ വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണം. നിങ്ങളുടെ അന്വേഷണങ്ങളുടെ ആത്മയാനങ്ങളെ പുണ്യ നബിയുടെ മദീനയിലേക്ക് തിരിച്ചു വെക്കുക. മതപ്രഭാഷണങ്ങളിലെ അലങ്കാര വചനങ്ങളായ ഭൗതിക പ്രവാചകനെ അല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. റബീഉൽ അവ്വലിൽ പോലും 4 ഇംഗ്ലീഷ് പറഞ്ഞാൽ നല്ലതാണെന്ന് തെറ്റിദ്ധരിച്ച അപകർഷതാബോധത്തിൽ നിന്നാണ് പ്രവാചകനെ നമ്മൾ ഭൗതികമായി അവതരിപ്പിക്കുന്നത്. നബി ഭയങ്കര കച്ചവടക്കാരനാണ്, സത്യസന്ധനായ കുടുംബനാഥനാണ്, നീതിമാനാണ്, സൈന്യാധിപനാണ്, കാരുണ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാത്ത ഒരു വേർഷൻ ഉണ്ട്. മുത്തുനബി നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അച്ചടി ഭാഷയിലെ സെമിനാറിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന നബി ഉണ്ട്. ഹുബ്ബില്ലാതെ പിന്നെന്ത് സെമിനാറിലെ നബി ഹബീബിങ്ങളെ. മനസ്സിൽ ഈ പ്രവാചകന്റെ മൗലൂദ് കേട്ട വിഷമം, ആ പ്രവാചകന്റെ സലാത്ത് കേട്ട വിഷമം നിർത്തണല്ലേ, വിഷമം. അവിടുത്തെ നബിദിനം കണ്ട വിഷമം. എന്നിട്ട് പ്രവാചകൻ എങ്ങനെ അച്ചടി ഭാഷയിൽ അവതരിപ്പിക്കുക. പിരിക്കി പറഞ്ഞിട്ടുണ്ട് ദ ഹിസ്റ്ററി ഓഫ് അറബ് എന്ന ഗ്രന്ഥത്തിൽ, വിത്തൗട്ട് എ പാലസ്, വിത്തൗട്ട് എ ബോഡിഗാർഡ്, വിത്തൗട്ട് സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ഫിക്സഡ് ഡെപ്പോസിറ്റ്, പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ഓൺലി വണ്ടർഫുൾ മാൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ആൻഡ് ലെജൻഡ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഇതാണ് ഇപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വേറൊരു മഹാൻ പറഞ്ഞു, ദി 100 എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. ഇതൊന്നും അല്ല നബി മുഅ്മിനീങ്ങളെ, അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ കണ്ടതാണ് നബി.